പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. കർത്താവിന്റെ അതിപരിശുദ്ധ നാമം ഈ രാത്രിയിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. വീണ്ടും നമുക്ക് ഒരുമിച്ച് ഈ ആത്മീയ കൂട്ടായ്മയിൽ പങ്കാളികളാകുവാൻ സ്വർഗത്തിലെ വലിയവനായ ദൈവം ഒരുക്കിയ മഹൽ ഭാഗ്യത്തെ സന്തോഷമായി കരുതുന്നവർ ആമേൻ നന്ദിയോടെ കർത്താവിനെ സ്തുതിച്ചാണ്. ഹല്ലേലൂയ. പകലിന്റെ മണിക്കൂറുകളിൽ അദൃശ്യനായ ദൈവത്തിന്റെ സാന്നിധ്യം നമ്മോട് കൂടെ ഇരുന്ന് നമ്മുടെ കാല് കല്ലിൽ തട്ടാതെ, കാലിന്റെ വീഴ്ചയിൽ നിന്ന്, കണ്ണിനെ കണ്ണുനീരിൽ നിന്ന്, പ്രാണനെ മരണത്തിൽ നിന്ന് വിടുവിച്ച വിധങ്ങളെ ഓർത്തുകൊണ്ട് ഇന്ന് രാത്രി നന്ദിയുള്ള ഹൃദയത്തോടെ നമുക്ക് ഒരുമിച്ച് ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, നമ്മുടെ കർത്താവും രക്ഷകനുമായ യേശു ക്രിസ്തുവിന്റെ അതിവിശുദ്ധ നാമത്തിൽ ഈ അനുഗ്രഹീത രാത്രിയിലേക്ക് ഏവരെയും സ്നേഹപൂർവം സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ഈ ലൈവിൽ യാദൃശികമായി ആരും ആമേൻ എത്തിയിട്ടില്ല. പ്രൈസ് ദി ലോർഡ്. നിങ്ങളെ പരിശുദ്ധാത്മാവ് തന്നെയാണ് ഇവിടെ എത്തിച്ചിരിക്കുന്നത്. ഹല്ലേലൂയ. ഈ നിമിഷം നിങ്ങളുടെ ഹൃദയം ഒന്ന് ഏകാഗ്രതമാക്കൂ. ഹല്ലേലൂയ. ലോകത്തിന്റെ ശബ്ദങ്ങൾ നിശബ്ദമാകട്ടെ. ഹല്ലേലൂയ. ദൈവത്തിന്റെ ശബ്ദം നിങ്ങളുടെ ഉള്ളിൽ മുഴങ്ങട്ടെ. പ്രിയ ദൈവമക്കളെ, ഇന്ന് പരിശുദ്ധാത്മാവ് എന്നെ ഹല്ലേലൂയ നിങ്ങളുടെ ഹൃദയങ്ങളോട് ആമേൻ ഒരു കാര്യം പറയുവാൻ പ്രേരിപ്പിക്കുന്നു. ഹല്ലേലൂയ. നിങ്ങൾ പരാജയപ്പെട്ടവരല്ല, നിങ്ങൾ ഉപേക്ഷിക്കപ്പെട്ടവരല്ല. ആമേൻ. നിങ്ങൾ ദൈവം തെരഞ്ഞെടുത്ത ഒരു തലമുറയാണ്. ആമേൻ. അതെ, നിങ്ങളുടെ ജീവിതം ഒരു അപകടമല്ല. ആമേൻ. ഒരു ദൈവിക പദ്ധതിയാണ്. ആമേൻ. നിങ്ങളുടെ കണ്ണുനീർ വെറുതെയല്ല, നിങ്ങളുടെ പ്രാർത്ഥനകൾ വെറുതെയല്ല. ആമേൻ. നിങ്ങളുടെ കാത്തിരിപ്പും വെറുതെയല്ല. ആമേൻ. കർത്താവ് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. എത്ര പേർ ആമേൻ പറയും? ഹല്ലേലൂയ. എത്ര പേർക്ക് ആമേൻ ഈ ഹല്ലേലൂയ കൂട്ടായ്മയിൽ ആമേൻ അതേ സന്തോഷത്തോടായിരിക്കാൻ കഴിയുന്നുണ്ട്? ഹല്ലേലൂയ. ആമേൻ. കർത്താവ് അതേ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. ആമേൻ. ഇന്ന് ചിലരുടെ ഭയം അവസാനിക്കും, ചിലരുടെ ഹൃദയത്തിലെ ഭാരങ്ങൾ ഇറങ്ങിപ്പോകും. ആമേൻ. ചിലരുടെ ജീവിതത്തിൽ പുതിയ തീ ജ്വലിക്കും. ആമേൻ. ചിലരുടെ വിളി ഇന്ന് വീണ്ടും ആമേൻ തിരിച്ചറിയും. ഹല്ലേലൂയ. അവർ ഉണരും. പരിശുദ്ധാത്മാവ് നിങ്ങളെ സാക്ഷികളാക്കുവാൻ ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. സഭയിൽ മാത്രം വിശ്വാസികളാകാനല്ല, ലോകത്തിൽ യേശുവിന്റെ വെളിച്ചമായി ജീവിക്കാനാണ് അവിടുന്ന് ഹല്ലേലൂയ നിങ്ങളെ വിളിച്ചിരിക്കുന്നത്. ഹല്ലേലൂയ. ഇന്ന് രാത്രി ഈ ലൈവ് അവസാനിക്കുമ്പോൾ ഹല്ലേലൂയ ആമേൻ അതേ മുമ്പുണ്ടായിരുന്ന അതേ മനുഷ്യരായിരിക്കില്ല നിങ്ങൾ. ഹല്ലേലൂയ. അതേ പരിശുദ്ധാത്മാവ് നിങ്ങളെ പുതുക്കും. ആമേൻ. ധൈര്യം നൽകും, വിശ്വാസം പുതുക്കും. ആമേൻ. നിങ്ങളുടെ വായിൽ സാക്ഷ്യത്തിന്റെ ഗാനം നിറയും. ഹല്ലേലൂയ. നിങ്ങൾ എവിടെയാണോ അവിടെ കൈകൾ ഉയർത്തൂ, ഹൃദയം തുറക്കൂ, പരിശുദ്ധാത്മാവിനോട് പറയൂ, കർത്താവേ ഞാൻ ഇവിടെയുണ്ട്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. അടുത്തിരിക്കുന്നവർ തമ്മിൽ കരം കൊടുത്ത് പറഞ്ഞാണ്, കർത്താവേ ഞാൻ ഇവിടെയുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എത്ര പേർക്ക് ആമേൻ പറയുവാൻ കഴിയും? കർത്താവേ ഞാൻ ഇവിടെയുണ്ട്. പ്രൈസ് ദി ലോർഡ്. വൃക്ഷത്തിന്റെ മറവിൽ ഒളിച്ചിരുന്ന ആമേൻ ആദമിനെ പോലെ ഹവ്വയെ പോലെ അല്ല, ഇന്ന് രാത്രി ആത്മാർത്ഥതയോടെ ആർക്ക് പറയുവാൻ കഴിയും? കർത്താവേ ഞാൻ ഇവിടെയുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് രാത്രി ആമേൻ മറകൂടാതെ വെളിപ്പെടുന്ന ദൈവ സാന്നിധ്യത്തിനായി അക്കരമുയർത്തി നന്ദിയോടെ കർത്താവിനെ സ്തുതിച്ചാണ്. ഹല്ലേലൂയ. മരിച്ചവരും മൗനത്തിലായിരിക്കുന്ന ആരും യഹോവയെ സ്തുതിക്കാതിരിക്കുമ്പോൾ ഇന്ന് രാത്രി ജീവനുള്ള ദൈവത്തെ സ്തുതിപ്പാൻ കൃപ ലഭിച്ച ദൈവമക്കളെ, ഹല്ലേലൂയ. എന്നെ നിറയ്ക്കണമേ, എന്നെ മാറ്റണമേ, എന്നെ അങ്ങയുടെ സാക്ഷിയാക്കണമേ. ഇന്ന് രാത്രി ഒരു സാധാരണ രാത്രിയല്ല,
ആമേൻ. ഇത് അങ്ങയുടെ ജീവിതത്തിലെ ഒരു പുതിയ ആത്മീയ അധ്യായമാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയരെ, ഒരു മനസ്സോടെ ഒരേ ആത്മാവിൽ ജീവനുള്ള ദൈവത്തെ നമുക്ക് ഒരുമിച്ച് ആരാധിക്കാം. ഹല്ലേലൂയ. മുഴുവൻ മഹത്വവും കർത്താവിന് അർപ്പിക്കാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ, ഇന്ന് രാത്രിയിൽ ഈ കൂട്ടായ്മയിൽ പങ്കാളിത്തം വഹിക്കുന്ന ഓരോ കുടുംബങ്ങളിലും കർത്താവേ, ഓരോ വീട്ടിലും അവിടുത്തെ ആത്മാവിന്റെ ശക്തിയെ പകരണമേ. ഓരോ ഹൃദയങ്ങളെയും നിറയ്ക്കണമേ. യേശുവിൻ നാമത്തിൽ ആമേൻ, ആമേൻ, ആമേൻ. ചേർന്ന് പാടി നമ്മുടെ കർത്താവിനെ നമുക്ക് ആരാധിക്കാം. ഹല്ലേലൂയ. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ, ഇറങ്ങിവാ, എൻ ഹൃദയത്തിൽ വാഴേണമേ. യേശുവിൻ സ്നേഹം പാടുവാൻ എന്നധരങ്ങൾ തുറക്കേണമേ. നിൻ തിരുനാമം ഉയർത്തിടാൻ പുതിയ ശക്തി നൽകണമേ. ഭയമെല്ലാം ഇന്നു നീക്കിടാൻ വിശ്വാസം എന്നിൽ വളർത്തണമേ. ക്രൂശിൻ സ്നേഹം കണ്ടവനായി ലോകമെങ്ങും ഞാൻ പോകട്ടെ. യേശുവിൻ്റെ ജീവനുള്ള സാക്ഷി എൻ ജീവിതം ആയിടട്ടെ. കണ്ണുനീരിൻ രാത്രികളിലും സ്തുതിഗാനം ഞാൻ പാടിടും. തളർന്നിടും വേളകളിലും നിൻ കരങ്ങൾ എന്നെ താങ്ങിടും. സർവമഹത്വം Praise the Lord. Hallelujah. Hallelujah. മുഴുവൻ മഹത്വവും മാനവും ആമേൻ സ്തുതിയും ആരാധനയും നമ്മുടെ കർത്താവിന് അർപ്പിക്കാം. ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, നാം പാടിയത് ഒരു പാട്ട് മാത്രമായിരുന്നില്ല. പ്രൈസ് ദി ലോർഡ്. അത് നമ്മുടെ ഹൃദയത്തിന്റെ പ്രാർത്ഥനയായിരുന്നു. ആമേൻ. ഈ നിമിഷം പരിശുദ്ധാത്മാവ് പലരുടെ ഹൃദയങ്ങളിൽ പ്രവർത്തിക്കുന്നതായി ഞാൻ വിശ്വസിക്കുന്നു. ഹല്ലേലൂയ. ആമേൻ. ആരും നിങ്ങളുടെ ജീവിതത്തെ മാറ്റുകയില്ല. ആമേൻ. ഒരു ദൈവവചനം മാത്രം മതി നിങ്ങളുടെ ജീവിതം മാറാൻ. പ്രൈസ് ദി ലോർഡ്. ഒരു വചനം അബ്രഹാമിനെ ഹല്ലേലൂയ ഒരു
യാത്രക്കാരനാക്കി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. ദൈവത്തിന്റെ ആമേൻ ഒരു വചനം ആമേൻ പത്രോസിനെ മീൻ പിടുത്തക്കാരനിൽ നിന്ന് മനുഷ്യനെ പിടിക്കുന്നവനാക്കി. ഹല്ലേലൂയ. ആമേൻ. അതേ ദൈവത്തിന്റെ വചനം ശൗലിനെ പൗലോസാക്കി മാറ്റി. അതേ വചനം ഇന്നും നിങ്ങളുടെയും ജീവിതത്തെ മാറ്റുവാൻ ശക്തിയുള്ളതാണ്. അതുകൊണ്ട് ഇപ്പോൾ നിങ്ങളുടെ മനസ്സ് മറ്റൊന്നിലേക്കും പോകുവാൻ അനുവദിക്കരുത്. നിങ്ങളുടെ ഹൃദയം തുറക്കൂ. ബൈബിൾ നിങ്ങളുടെ കൈകളിൽ ഉണ്ടെങ്കിൽ ആമേൻ അത് തുറക്കൂ. ഇന്ന് ദൈവം മനുഷ്യന്റെ വാക്കല്ല, തന്റെ ജീവിക്കുന്ന വചനമാണ് നിങ്ങളോട് സംസാരിക്കുവാൻ പോകുന്നത്. ഇന്നത്തെ ആമേൻ രാത്രി ആമേൻ ആര് ദൈവത്തോട് പറയൂ, കർത്താവേ എന്റെ ജീവിതത്തെ ഒന്ന് രൂപാന്തരപ്പെടുത്തണമേ. എന്നെ കുറിച്ചുള്ള ദൈവത്തിന്റെ ഹിതത്തിനൊത്തവണ്ണം മുമ്പോട്ട് പോകുവാൻ എന്നെ ശക്തീകരിക്കണമേ, എന്നെ ബലപ്പെടുത്തണമേ. അപ്പത്തിനായുള്ള വിശപ്പല്ല, വെള്ളത്തിനായുള്ള ദാഹവുമല്ല. ഇന്ന് രാത്രി ദൈവത്തിൽ നിന്ന് കേൾക്കുവാൻ, ദൈവത്തിങ്കിൽ നിന്ന് പ്രാപിക്കുവാൻ ഹല്ലേലൂയ ഇന്ന് രാത്രി വാഞ്ചിക്കുന്നവർ ആ കരമടിച്ച് കർത്താവിനെ സ്തുതിക്കുക. സ്തുതികളിമേ വസിക്കുന്ന സർവശക്തനായ ദൈവം മുഴു സാന്നിധ്യവുമായി ഇന്ന് രാത്രി നമ്മുടെ നടുവിൽ അതേ ആഗതനായിട്ടുണ്ട്. ഹല്ലേലൂയ. ഇന്ന് രാത്രി നാം ചിന്തിക്കുവാനായി ധ്യാനിക്കുവാനായി പോകുന്ന വിഷയം ഹല്ലേലൂയ സാക്ഷ്യം പറയാൻ ധൈര്യം തരുന്ന പരിശുദ്ധാത്മാവിനെ കുറിച്ചാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. സാക്ഷ്യം പറയാൻ ധൈര്യം തരുന്ന പരിശുദ്ധാത്മാവ്. ഹല്ലേലൂയ. ഇന്ന് രാത്രി വേദനയോടായിരിക്കുന്ന, ക്ഷീണത്തോടായിരിക്കുന്ന, തകർച്ചയിലായിരിക്കുന്ന, രോഗത്തിന്റെ പിടിയിൽ അകപ്പെട്ട് തകർന്നിരിക്കുന്ന ആമേൻ ജീവിതങ്ങളെ ആമേൻ സാക്ഷ്യമുള്ളവരാക്കി ധൈര്യത്തോടെ ആമേൻ ഉപയോഗിക്കുവാൻ പോകുന്ന പരിശുദ്ധാത്മാവിന്റെ ആമേൻ സാന്നിധ്യത്തെ ഇന്ന് രാത്രി ആമേൻ ചിലരുടെ മേൽ ദൈവം പകരുവാൻ പോകുക. വിശ്വസിക്കുന്ന ദൈവജനം ഇരു കരവും അടിച്ച് നന്ദിയോടെ കർത്താവിനെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. പലരും യേശുവിനെ സ്നേഹിക്കുന്നു. പലരും ആമേൻ യേശുവിനെ കുറിച്ച് സംസാരിക്കാൻ ഭയപ്പെടുന്നു. ഹല്ലേലൂയ. പലരും യേശുവിനെ സ്നേഹിക്കുന്നു. പക്ഷേ ആമേൻ പലരും ആമേൻ യേശുവിനെ കുറിച്ച് സംസാരിക്കാൻ എന്ത് ചെയ്യുന്നു? ഭയപ്പെടുന്നു. ഹല്ലേലൂയ. ആമേൻ. ഒരു 10 മിനിറ്റ് യേശുവിനെ കുറിച്ച് പ്രസംഗിക്കാൻ പറഞ്ഞാൽ പലർക്കും ഭയമാണ്. യേശുവിനെ കുറിച്ച് ആമേൻ മറ്റുള്ളവരോട് പറയാൻ ഭയമാണ്. ഹല്ലേലൂയ. പലരും അത്ഭുതങ്ങൾ കണ്ടിട്ടുണ്ട്, പലരും സാക്ഷ്യം പറയാൻ മടിക്കുന്നു. ഹല്ലേലൂയ. എന്നാൽ ഇന്ന് ദൈവം നമ്മുടെ ആമേൻ ഭയമല്ല, നമ്മുടെ വിശ്വാസമാണ് വളർത്താൻ ആഗ്രഹിക്കുന്നത്. ഹല്ലേലൂയ. ഇന്ന് നിങ്ങൾ കേൾക്കുന്നത് ഒരു പ്രസംഗം മാത്രമാകരുത്, ഇത് നിങ്ങളുടെ ജീവിതത്തിന്റെ വഴിത്തിരിവാകട്ടെ. ഹല്ലേലൂയ. ഈ വചനം നിങ്ങളുടെ ഹൃദയത്തിൽ വിതയ്ക്കപ്പെടട്ടെ. ഈ വചനം നിങ്ങളെ മാറ്റട്ടെ. ഹല്ലേലൂയ. ഈ വചനം നിങ്ങളെ യേശു ക്രിസ്തുവിന്റെ ധൈര്യമുള്ള സാക്ഷിയാക്കട്ടെ. ഹല്ലേലൂയ. നമുക്കെല്ലാവർക്കും ഒരുമിച്ച് ആമേൻ പ്രാർത്ഥിക്കാം. എല്ലാ കണ്ണുകളും ഒരു നിമിഷം അടച്ചാട്ട്. കർത്താവേ, അങ്ങയുടെ വചനം കേൾക്കാൻ എൻ്റെ ഹൃദയം തുറക്കണമേ. പരിശുദ്ധാത്മാവേ, എന്നെ പഠിപ്പിക്കണമേ. ഞാൻ കേൾക്കുന്ന വചനം എൻ്റെ ജീവിതത്തിൽ ഫലം കായ്ക്കട്ടെ. ഇന്ന് രാത്രി ഈ കൂട്ടായ്മയിൽ കടന്നു വരുന്ന എല്ലാവരെയും സ്വർഗം അനുഗ്രഹിക്കണമേ. പ്രിയ ജോണിനായി, ലീലാമ ജോസിനായി, മറ്റ് പ്രിയപ്പെട്ടവർക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് രാത്രി ദൈവത്തിൻ്റെ ആത്മാവ് എല്ലാവരെയും ശക്തീകരിക്കും, ബലപ്പെടുത്തും. യേശുവിൻ നാമത്തിൽ ആമേൻ. ആമേൻ. ഹല്ലേലൂയ. ഇനി ഹല്ലേലൂയ, ഇന്ന് രാത്രി ആമേൻ നാം പ്രാർത്ഥനയോടെ ദൈവത്തിൻ്റെ ആത്മാവ് നൽകിയിരിക്കുന്ന
ദൈവത്തിൻ്റെ ജീവിക്കുന്ന വചനത്തിലേക്ക് ആമേൻ നാം പ്രവേശിക്കുകയാണ്. സ്നേഹതീരം പ്രയർ ഫാമിലി ബ്ലെസ്സിംഗ് ടുഡേ നൈറ്റ് 28/7/2026 ചൊവ്വാഴ്ച രാത്രി ആമേൻ 9 മണി കഴിഞ്ഞ് ആമേൻ 10 മണിയോടടുത്ത ഈ സമയം 2026 ആമേൻ 6 ആമേൻ 209 ദിവസം രാത്രി ആമേൻ നമുക്ക് ഒരുമിച്ചിരുന്ന് ദൈവവചനം കേൾക്കുവാൻ, ലോകത്തിൻ്റെ അറ്റത്തോളം ഈ വചനത്തെ എത്തിക്കുവാൻ ഇന്ന് രാത്രി നമ്മെ ശക്തീകരിച്ച, വിശ്വസ്തനെന്ന് എണ്ണി നമ്മളെ കൂട്ടിവരുത്തിയ സർവ കൃപാലുവായ ദൈവത്തിന് സകല മഹത്വവും മാനവും പുകഴ്ചയും അർപ്പിക്കുന്നതോടൊപ്പം സ്വദേശത്ത് വിദേശത്ത് ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ, കേരളത്തിൻ്റെ വിവിധ ജില്ലകളിൽ, ലോകരാജ്യങ്ങളിൽ ഇരുന്നു കൊണ്ട് ഇന്ന് രാത്രി ഈ കൂട്ടായ്മയിൽ പങ്കാളിത്തം വഹിക്കുകയും ആമേൻ വരും ദിനങ്ങളിൽ ആമേൻ ഈ സന്ദേശം കേൾക്കുകയും ഇത് അനേകർക്ക് അനുഗ്രഹമാകത്തക്ക നിലയിൽ ഷെയർ ചെയ്യുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന എല്ലാവർക്കും, ഇരുന്നവനും ഇരിക്കുന്നവനും, ആദ്യനും അന്ത്യനും, അൽഫയും ഒമേഗയും വീണ്ടും വരുന്നവനുമായ നിസ്തുലനായ യേശു കർത്താവിന്റെ നാമത്തിൽ ക്രിസ്തീയ വന്ദനം ആമേൻ അറിയിച്ചുകൊണ്ട് ഇന്ന് രാത്രി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നൽകിയ ദൈവവചനം പങ്കിടുവാൻ ഞാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. ഹല്ലേലൂയ. ഇന്ന് രാത്രി പ്രാർത്ഥനയോടെ നമുക്ക് ഒരുമിച്ചായിരിക്കാം. ഹല്ലേലൂയ. ഇന്നത്തെ വിഷയം സാക്ഷ്യം പറയാൻ ധൈര്യം തരുന്ന പരിശുദ്ധാത്മാവ്. ഹല്ലേലൂയ. അടുത്തിരിക്കുന്ന ജീവിതങ്ങളെ ഹല്ലേലൂയ ഒന്ന് തൊട്ട് ഉണർത്തി പറഞ്ഞാട്ട് സാക്ഷ്യം പറയാൻ ധൈര്യം തരുന്ന പരിശുദ്ധാത്മാവ്. ഹല്ലേലൂയ. അതെ, ഹല്ലേലൂയ. ഇന്ന് രാത്രി ഈ ചിന്തയ്ക്ക് ആധാരമായിട്ട് നാം വായിപ്പാൻ പോകുന്ന തിരുവചനം അപ്പോസ്തലപ്രവൃത്തികളുടെ പുസ്തകം 22-ാം അധ്യായം അതിൻ്റെ 15-ാം വാക്യമാണ്. ഹല്ലേലൂയ. വേഗത്തിൽ വായിക്കാം, പ്രാർത്ഥനയോടെ ശ്രമിച്ചാലും. അപ്പോസ്തലപ്രവൃത്തികളുടെ പുസ്തകം ആമേൻ 22-ാം അധ്യായം അതിൻ്റെ 15-ാം വാക്യം. നീ കാണുകയും കേൾക്കുകയും ചെയ്തതിന് സകല മനുഷ്യർക്കും നീ അവന്റെ സാക്ഷിയായി തീരും. ആമേൻ. ഒരിക്കൽ കൂടെ, നീ കാണുകയും കേൾക്കുകയും ചെയ്തതിന് സകല മനുഷ്യർക്കും നീ അവന്റെ സാക്ഷി ആയി തീരും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, നീ ആമേൻ സാക്ഷി ആയി തീരും. ആമേൻ. അടുത്തിരിക്കുന്നവരോട് കരം കൊടുത്ത് പറ, ആമേൻ സാക്ഷിയായി തീരും. ആമേൻ. ഒന്ന് പറഞ്ഞേ, ഹല്ലേലൂയ. സാക്ഷിയായി തീരും. പ്രൈസ് ദി ലോർഡ്. സാക്ഷിയായി തീരും. നീ കണ്ടതും കേട്ടതുമായ കാര്യങ്ങൾക്ക് ഹല്ലേലൂയ എല്ലാ മനുഷ്യരോടും അവന് സാക്ഷിയായിരിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. സാക്ഷ്യം പറയാൻ ധൈര്യം തരുന്ന പരിശുദ്ധാത്മാവ്. ഹല്ലേലൂയ. അപ്പോസ്തലപ്രവൃത്തികൾ ആമേൻ 22-ാം അധ്യായം 1 മുതൽ 15 വരെയുള്ള വേദഭാഗം ആമേൻ നാം വായിച്ച് ആമേൻ അതെ ധ്യാനിക്കുവാനായിട്ട് ആമേൻ പോകുകയാണ്. ആമേൻ. മുഴുവൻ വാക്യവും വായിക്കാൻ സമയം എടുക്കുന്നില്ല. അതിൻ്റെ പ്രാരംഭത്തിലെ 1-2 വാക്യം കൂടെ വായിക്കാം. സഹോദരന്മാരും പിതാക്കന്മാരുമായുള്ളവരെ എനിക്ക് ഇന്ന് നിങ്ങളോടുള്ള പ്രതിവാദം കേട്ടുകൊള്ളു. എന്നാൽ എബ്രായ ഭാഷയിൽ സംസാരിക്കുന്നത് കേട്ടിട്ട് അവൻ അധികം മൗനമായി നിന്നു. അവൻ പറഞ്ഞതെന്നാൽ, ഞാൻ കിലിക്കിയയിലെ തർസോസിൽ ജനിച്ച യഹൂദനും ഈ നഗരത്തിൽ വളർന്ന ഗമാലിയേലിന്റെ കാൽക്കൽ ഇരുന്ന്. പ്രിയ ദൈവമക്കളെ, ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ അത്ഭുതം എന്താണ്? ഹല്ലേലൂയ. എന്താണ് പ്രിയരെ ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ അത്ഭുതം? ഒരു രോഗം മാറുന്നതാണോ? ഒരു വാതിൽ തുറക്കുന്നതോ? ഒരു സാമ്പത്തിക അനുഗ്രഹം ആമേൻ ലഭിക്കുന്നതോ? ഇതിലേതാണ് അനുഗ്രഹം?
ഇതിലേതാണ് അത്ഭുതം? ഹല്ലേലൂയ. ഒരു രോഗി സൗഖ്യമായതാണോ അത്ഭുതം? സ്തോത്രം. ഒരാളുടെ രോഗം മാറുന്നതാണോ അത്ഭുതം? ഒരു വാതിൽ തുറക്കുന്നതോ ഒരു സാമ്പത്തിക അനുഗ്രഹം ലഭിക്കുന്നതോ അല്ല. ഇവയെല്ലാം വലിയ അനുഗ്രഹങ്ങളാണ്. പക്ഷെ അതിനേക്കാൾ വലിയ അത്ഭുതം ഒരു ജീവിതം യേശു ക്രിസ്തുവിനാൽ പൂർണ്ണമായി മാറുന്നതാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതാണ് അപ്പോസ്തലനായിരിക്കുന്ന പൗലോസിന്റെ ആമേൻ ജീവിതത്തിൽ ആമേൻ അവൻ ശൗലായിരുന്ന സമയത്ത് ആമേൻ പരിശുദ്ധാത്മാവ് ആമേൻ അവനിൽ വന്നപ്പോൾ ഹല്ലേലൂയ പരിശുദ്ധാത്മാവിന്റെ ഇടപെടൽ അവനിൽ സംഭവിച്ചപ്പോൾ അവന്റെ ജീവിതത്തിൽ സംഭവിച്ചത് ഹല്ലേലൂയ അതേ ആത്മാവ് ഇന്നും ഹല്ലേലൂയ ജീവിക്കുന്നു. ഹല്ലേലൂയ. ആ ആത്മാവ് നിന്റെ മേൽ വന്നു കഴിഞ്ഞാൽ ഹല്ലേലൂയ ആമേൻ നിന്റെയും ആമേൻ ജീവിത നിലവാരം മാറും, ജീവിത ശൈലി മാറും. സഭയെ പീഡിപ്പിച്ചവൻ, ക്രിസ്ത്യാനികളെ പിടിച്ചു കെട്ടിയവൻ, യേശുവിന്റെ നാമം ഇല്ലാതാക്കുവാൻ ശ്രമിച്ചവൻ, അവൻ തന്നെയാണ് പിന്നീട് യേശുവിന്റെ ഏറ്റവും ശക്തനായ സാക്ഷിയായത്. ഹല്ലേലൂയ. ഇന്ന് രാത്രി ആമേൻ ചില തിരിവുകൾ സംഭവിക്കുകയാണ്. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വന്നു കഴിയുമ്പോൾ ഹല്ലേലൂയ ആമേൻ ഇന്നലകളിൽ ഹല്ലേലൂയ ഉപദ്രവകാരിയായിരുന്നവൻ, ഇന്നലകളിൽ പിടിച്ചു കെട്ടിയവൻ, ഇന്നലകളിൽ പീഡിപ്പിച്ചവൻ, ഇന്നലകളിൽ യേശുവിന്റെ നാമത്തെ ഇല്ലാതാക്കുവാൻ ശ്രമിച്ചവൻ ആമേൻ ഇന്ന് ദൈവസഭയ്ക്ക് അനുഗ്രഹമായ നിലയിൽ സാക്ഷ്യം പ്രാപിച്ച് ആമേൻ ദൈവവചനം ആധികാരികതയോടെ സംസാരിക്കുന്ന അഭിഷക്തനായി മാറി. ഹല്ലേലൂയ. യേശുവുമായുള്ള ഒരു കണ്ടുമുട്ടൽ ഹല്ലേലൂയ ജീവിതം മാറ്റിമറിക്കും. ഹല്ലേലൂയ. ഇന്ന് രാത്രി ആമേൻ കർത്താവുമായിട്ടുള്ള കൂട്ടിമുട്ടൽ സംഭവിച്ചാൽ ജീവിതം മാറ്റിമറിക്കും. ഹല്ലേലൂയ. ദമസ്കോസിലേക്കുള്ള വഴിയിൽ പൗലോസ് യേശുവിനെ കണ്ടു. ആമേൻ. ചില യാത്രകളിൽ ആമേൻ ഹല്ലേലൂയ യേശുവിനെ കണ്ടുമുട്ടുവാൻ ആമേൻ കൃപ ലഭിച്ചവരുണ്ട്. ജീവിതത്തിന്റെ ആമേൻ ചില യാത്രകളിൽ ആമേൻ യേശുവിനെ കണ്ടുമുട്ടിയവരുണ്ട്. ആമേൻ ചില രോഗം വന്നപ്പോ, ചില കഷ്ടങ്ങൾ വന്നപ്പോ, ചില പ്രതികൂലങ്ങൾ വന്നപ്പോ, ചില പ്രതിസന്ധികൾ വന്നപ്പോ ഹല്ലേലൂയ കഷ്ടങ്ങളിലും ഏറ്റവും അടുത്ത തുണയായിരിക്കുന്ന ദൈവത്തെ അറിയുവാൻ കൃപ ലഭിച്ച ആരെങ്കിലും ഇന്ന് രാത്രി ഈ ലൈവിൽ എന്നെ ശ്രവിക്കുന്നുണ്ടെങ്കിൽ ആ കരമുയർത്തി നന്ദിയോടെ കർത്താവിനെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. ദമസ്കോസിലേക്കുള്ള വഴിയിൽ പൗലോസ് യേശുവിനെ കണ്ടു. ഒരു നിമിഷം കൊണ്ട് അവന്റെ ജീവിതത്തിന്റെ ദിശ മാറി. ഹല്ലേലൂയ. ഒത്തിരി കാലമൊന്നും കാത്തിരുന്നില്ല കേട്ടോ, ഒത്തിരി നാളുകളൊന്നും അതിനെടുത്തില്ല കേട്ടോ. ഇന്ന് രാത്രി യേശുവുമായിട്ടുള്ള ആമേൻ ശരിയായ ഒരു കൂടിക്കാഴ്ച, ആമേൻ യേശുവുമായിട്ടുള്ള ശരിയായ ഒരു ബന്ധം ആരിലുണ്ടാകും നിമിഷങ്ങൾ കൊണ്ട് ആമേൻ ഹല്ലേലൂയ ജീവിതത്തിന്റെ ദിശ മാറും. ഹല്ലേലൂയ. അവന്റെ ചിന്ത മാറി, അവന്റെ ലക്ഷ്യം മാറി, അവന്റെ ഹൃദയം മാറി. ഹല്ലേലൂയ. ഇന്ന് രാത്രിയിലും യേശുവുമായുള്ള ഒരു യഥാർത്ഥ കണ്ടുമുട്ടൽ നിങ്ങളുടെ ജീവിതത്തെയും ഉണ്ടായാൽ ഹല്ലേലൂയ നിങ്ങളുടെ ജീവിതവും മാറുവാനിടയാകും. ഹല്ലേലൂയ. സഭയിൽ വർഷങ്ങളായി അതേ വന്നിട്ടുണ്ടാകാം. ഹല്ലേലൂയ. ആമേൻ. അതേ സഭയിൽ നാളുകളായി ഇരിക്കുന്നുണ്ടാകാം. ഹല്ലേലൂയ. പ്രാർത്ഥിക്കുന്നുണ്ടാകും. ഹല്ലേലൂയ. പ്രസംഗിക്കുന്നുണ്ടാകും. സാക്ഷ്യം പറയുന്നുണ്ടാകും. പക്ഷേ ജീവിതത്തിൽ ഇന്നേ വരെ യേശു ക്രിസ്തുവിനെ കുറിച്ച് ആമേൻ ശരിയായ വിധത്തിൽ ആമേൻ ഒരു സാക്ഷ്യം പറയുവാൻ കഴിയാത്ത അവസ്ഥയിലാണെങ്കിൽ
ഹല്ലേലൂയ. അതെ, വ്യക്തിപരമായി ആമേൻ ഇന്ന് രാത്രി ആമേൻ ദൈവവുമായിട്ട് അടുക്കുമ്പോൾ ഹല്ലേലൂയ യേശുവിനെ വ്യക്തിപരമായി അനുഭവിപ്പാൻ ഇടയായി തീർന്നാൽ ഹല്ലേലൂയ ആമേൻ നിന്റെ ആമേൻ ജീവിതത്തിന്റെ സ്ഥിതി മാറുകയാ, നിന്റെ ജീവിതത്തിന്റെ നിലവാരം മെച്ചപ്പെടുകയാ, നിന്റെ ചിന്തകൾ ആമേൻ ദൈവത്തിന്റെ ആംഗണിലേക്ക് തിരിയുകയാ. ഇന്നലെ വരെ ആമേൻ നെഗറ്റീവ് പറഞ്ഞവൻ, ഇന്നലെ വരെ ദൈവസഭയെ ഉപദ്രവിച്ചവൻ, ഇന്നലെ വരെ ആമേൻ അതേ ജീവിതങ്ങളെ ആമേൻ ഇല്ലാതാക്കാൻ നോക്കിയവൻ, അതാ ദൈവാത്മാവിനെ നടന്നു തുടങ്ങുമ്പോ ആത്മാക്കളെ കുറിച്ച് ഭാരമുള്ളവനായി, ആത്മാക്കളെ നിത്യജീവനിലേക്ക് നയിക്കുന്നവനായി തിരിയുകയാ. ഇന്ന് രാത്രി ചിലരുടെ മേൽ ആ ആത്മാവിന്റെ ഇടപെടലുകൾ ഉണ്ടാകുമ്പോ ആമേൻ അങ്ങനെ സംഭവിക്കും. വിശ്വസിക്കുന്നവർ ഇരു കരവും അടിച്ച കർത്താവിന് മഹത്വം കൊടുക്കുക. ഹല്ലേലൂയ. പ്രിയരെ, സഭയിൽ വർഷങ്ങളായി ആമേൻ പോകുന്നുണ്ടാകും. ഹല്ലേലൂയ. സഭയിൽ വർഷങ്ങളായി ഇരിക്കുന്നുണ്ടാകും. ഹല്ലേലൂയ. വ്യക്തിപരമായി യേശുവിനെ അനുഭവിച്ചിട്ടുണ്ടോ? ഹല്ലേലൂയ. ഇന്ന് രാത്രി ചില ജീവിതങ്ങളോട് പരിശുദ്ധാത്മാവ് ചോദിക്കുന്നു, ആമേൻ വ്യക്തിപരമായി യേശുവിനെ അനുഭവിച്ചിട്ടുണ്ടോ? അതാണ് പ്രധാന ചോദ്യം. ഹല്ലേലൂയ. സാക്ഷ്യം ആരംഭിക്കുന്നത് അനുഭവത്തിൽ നിന്നാണ്. ഹല്ലേലൂയ. പൗലോസ് മറ്റുള്ളവരിൽ നിന്ന് കേട്ട കഥ പറഞ്ഞില്ല. ആമേൻ. ഞാൻ കണ്ട യേശുവിനെ കുറിച്ചാണ് ഹല്ലേലൂയ അവൻ പറഞ്ഞത്. ഹല്ലേലൂയ. ആമേൻ. അവൻ കണ്ട യേശുവിനെ കുറിച്ച്. ഹല്ലേലൂയ. നമ്മൾ പറയേണ്ടത് അതാണ് പ്രിയരെ. യേശു എന്റെ ജീവിതത്തിൽ ചെയ്തതാ. ആമേൻ. അവൻ എന്നെ എങ്ങനെ ഹല്ലേലൂയ രക്ഷിച്ചു. ഹല്ലേലൂയ. അവൻ എന്റെ പാപം എങ്ങനെ എന്നോട് ക്ഷമിച്ചു. ഹല്ലേലൂയ. എങ്ങനെ അവൻ എന്നെ ഉയർത്തി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എങ്ങനെ അവൻ എന്നെ സൗഖ്യമാക്കി, എങ്ങനെ വഴി നടത്തി. ഹല്ലേലൂയ. പ്രിയരെ, അത് ആമേൻ നമ്മുടേതാകുന്ന ശൈലിയിൽ ആമേൻ നമുക്ക് ലഭിച്ചിരിക്കുന്ന ആ ദൈവിക നിയോഗത്തിൽ ധൈര്യത്തോടെ പ്രസ്താവിക്കുവാൻ തയ്യാറാകുമ്പോൾ ദൈവനാമം മഹത്വപ്പെടും. ഹല്ലേലൂയ. ആമേൻ. അതിന് വാദങ്ങൾ ആവശ്യമില്ല. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ലോകത്തിനാണ് വാദങ്ങൾ, അല്ലെ? ലോകത്തിന് വാദങ്ങൾ ഹല്ലേലൂയ ആവശ്യമില്ല. യഥാർത്ഥ സാക്ഷ്യങ്ങളാണ് വേണ്ടത്. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവാണ് ധൈര്യം നൽകുന്നത്. ആമേൻ. സ്വന്തം ശക്തിയിൽ പൗലോസിന് ഇത് ചെയ്യുവാനാകുമായിരുന്നില്ല. പ്രൈസ് ദി ലോർഡ്. പരിശുദ്ധാത്മാവ് അവനെ ശക്തീകരിച്ചു, അതിനുവേണ്ടി നിയോഗിച്ചു, അതിനുവേണ്ടി അവനെ നിറച്ചു. അതുകൊണ്ടാണ് രാജാക്കന്മാരുടെ മുമ്പിലും ജനക്കൂട്ടങ്ങളുടെ മുമ്പിലും അവൻ ഭയമില്ലാതെ യേശുവിനെ പ്രസംഗിച്ചത്. ഹല്ലേലൂയ. ഇന്നും അതേ പരിശുദ്ധാത്മാവ് ജീവിക്കുന്നു. അവൻ ഭയപ്പെടുന്നവരെ ധൈര്യമുള്ളവനാക്കും. ഹല്ലേലൂയ. മൗനമായിരിക്കുന്നവരെ സാക്ഷികളാക്കും. അവൻ തകർന്നവരെ ശക്തരാക്കും. ഇന്ന് രാത്രി ഏതൊക്കെയോ വിഷയത്തിനകത്ത് തകർന്നിരിക്കുന്ന ജീവിതങ്ങളെ, ഏതൊക്കെയോ വിഷയത്തിനകത്ത് മൗനമായിരിക്കുന്നവരെ, ഏതൊക്കെയോ വിഷയത്തിനകത്ത് ഭയപ്പെട്ടിരിക്കുന്നവരെ പരിശുദ്ധാത്മാവ് ശക്തീകരിക്കുന്ന രാത്രി, ഓ ബലപ്പെടുത്തുന്ന രാത്രിയ ദൈവം നിന്നെ ഒരു സാക്ഷിയാക്കുവാൻ ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. ആ സൗഖ്യം നിന്റെ മേൽ പകർന്ന്, ആ ധൈര്യം നിന്റെ മേൽ പകർന്ന്, ആ ആത്മാവിനെ നിന്റെ മേൽ പകർന്ന് ദേശത്ത് മഹിമ കണ്ട സാക്ഷിയാ ഓ ജീവനോടെ ഇരുന്ന് യഹോവയുടെ പ്രവൃത്തികളെ വർണ്ണിപ്പാൻ തക്കവണ്ണം ദൈവം നിന്നെ ഒരു അത്ഭുത സാക്ഷിയാക്കുവാൻ ആഗ്രഹിക്കുന്നു. ഇന്ന് രാത്രി വിശ്വസിക്കുന്നവർ ഇരു കരവും അടിച്ച് നന്ദിയോടെ കർത്താവിനെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. ഹല്ലേലൂയ. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 22-ാം അധ്യായം അതിന്റെ 15-ാം വാക്യം. ഹല്ലേലൂയ. ആമേൻ. അതെ, അവിടെ നാം വായിച്ചു കേട്ടത് ഇപ്രകാരമാണ്. ഹല്ലേലൂയ. വായിച്ചാട്ടെ. നീ കാണുകയും കേൾക്കുകയും ചെയ്തതിന്, ശബ്ദമുയർത്തി വായിച്ചാൽ, നീ കാണുകയും കേൾക്കുകയും ചെയ്തതിന് സകല മനുഷ്യർക്കും നീ അവന്റെ സാക്ഷിയായി തീരും. കണ്ടോ? സകല മനുഷ്യർക്കും നീ അവന്റെ സാക്ഷിയായി മാറും. ഓ
ഇന്ന് രാത്രി ചില തിരിവുകൾ സംഭവിക്കുവാൻ പോകുകയാണ്. ഹല്ലേലൂയ. ആമേൻ. ചില ദൈവ പ്രവൃത്തി ആമേൻ ജീവിതങ്ങളിൽ സംഭവിക്കുവാൻ പോകുകയാണ്. ഹല്ലേലൂയ. ആമേൻ. അനന്യാവ് പൗലോസിനോട് പറയുന്നു, നീ കണ്ടതും കേട്ടതുമായ കാര്യങ്ങൾക്ക് എല്ലാ മനുഷ്യരോടും അവന് സാക്ഷിയായിരിക്കും. ഹല്ലേലൂയ. ഇത് പൗലോസിന് മാത്രമുള്ള വിളിയല്ല, അവൻ ക്രിസ്തുവിനെ അറിഞ്ഞ ഓരോ വിശ്വാസിക്കും ഉള്ള വിളിയാണ്. ഹല്ലേലൂയ. നിങ്ങളുടെ കുടുംബത്തിൽ, ഹല്ലേലൂയ, ജോലി സ്ഥലത്ത്, സുഹൃത്തുക്കളുടെ ഇടയിൽ, സമൂഹത്തിൽ അവൻ നിങ്ങൾ യേശുവിന്റെ പ്രകാശമാകണം. ഹല്ലേലൂയ. ഇന്ന് രാത്രി സ്വയം ഒന്ന് ശോധന ചെയ്യാമോ? ഹല്ലേലൂയ. യേശുവിനെ കുറിച്ച് സംസാരിക്കാൻ ഭയപ്പെടുന്നുണ്ടോ? എന്റെ ജീവിതം യേശുവിനെ ആമേൻ അതെ കാണിക്കുന്നുണ്ടോ? എന്റെ വാക്കുകളും പ്രവൃത്തികളും ക്രിസ്തുവിന് സാക്ഷിയാണോ? ഹല്ലേലൂയ. ഒന്ന് സ്വയം ഒന്ന് ആമേൻ ശോധന ചെയ്താട്ടെ. ഹല്ലേലൂയ. എന്റെ വാക്കുകളും പ്രവൃത്തികളും ക്രിസ്തുവിന് സാക്ഷിയാണോ? യേശുവിനെ കുറിച്ച് സംസാരിക്കാൻ ഞാൻ ഭയപ്പെടുന്നുണ്ടോ? യേശു ക്രിസ്തുവിന്റെ ആമേൻ നാമത്തിൽ ഇന്ന് രാത്രി ഞാൻ ചിലരെ നോക്കി പ്രവചിക്കുന്നു, ചിലരെ നോക്കി ഞാൻ പ്രഖ്യാപിക്കുന്നു. ഭയത്തിന്റെ ആത്മാവ് ചില കുടുംബങ്ങളിൽ, ചില ജീവിതങ്ങളിൽ ആമേൻ സാക്ഷികളാകുവാൻ കഴിയാതെ ആമേൻ ഒതുക്കിയിരിക്കുന്ന ആ മേഖലയ്ക്കകത്ത് നിന്ന് ആമേൻ ഇന്ന് രാത്രി ആമേൻ ആ ഭയത്തിന്റെ ആത്മാവിനെ പുറത്താക്കുന്ന രാത്രിയാണ്. ഓ, ഭയത്തിന്റെ ആത്മാവ് ഇപ്പോൾ വിട്ടുപോകട്ടെ. പരിശുദ്ധാത്മാവിന്റെ ധൈര്യം ഓരോ ഹൃദയത്തിലും നിറയട്ടെ. നിങ്ങളുടെ ജീവിതം യേശുവിന്റെ മഹത്വത്തിനായുള്ള ജീവനുള്ള സാക്ഷിയായി മാറട്ടെ. ഹല്ലേലൂയ. നിങ്ങളുടെ കുടുംബത്തിലൂടെ അനേകർ ക്രിസ്തുവിനെ അറിയട്ടെ. ഇന്നു മുതൽ നിങ്ങളുടെ വായ് സ്തുതിയാലും സാക്ഷ്യത്താലും നിറയട്ടെ. ഹല്ലേലൂയ. സന്തോഷമുള്ളവർ കരങ്ങൾ ഉയർത്തി നന്ദിയുടെ കർത്താവിനെ സ്തുതിച്ചാട്ട്. എത്ര പേർക്ക് ആമേൻ പറയുവാൻ കഴിയും? ഹല്ലേലൂയ. ദൈവം വിളിച്ചിട്ടുണ്ടെങ്കിൽ ആമേൻ, ദൈവം വിളിച്ചു എന്നുള്ള ഉറപ്പുള്ളവർ മിണ്ടാതിരിക്കരുത്, മിണ്ടാതിരിക്കരുത്, മിണ്ടാതിരിക്കരുത്. ഹല്ലേലൂയ. അപ്പോസ്തല പ്രവർത്തികളുടെ പുസ്തകം 22 16 മുതൽ 21 വരെയുള്ള വേദഭാഗം അവയെ നാം ഹല്ലേലൂയ തുടർമാനമായി ചിന്തിക്കാൻ പോകുകയാ. വായിച്ചാലും ഇനി താമസിക്കുന്നതെന്ത്? ഇനി താമസിക്കുന്നതെന്ത്? എഴുന്നേറ്റ് അവന്റെ നാമം വിളിച്ച് പ്രാർത്ഥിച്ച്, എഴുന്നേറ്റ് അവന്റെ നാമം വിളിച്ച് പ്രാർത്ഥിച്ച് സ്നാനമേറ്റ് നിന്റെ പാപങ്ങളെ കഴുകിക്കളക എന്ന് പറഞ്ഞു. നിന്റെ പാപങ്ങളെ കഴുകിക്കളക എന്ന് പറഞ്ഞു. കഴുകിക്കളക എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, രക്ഷ പ്രാപിച്ച ഓരോ മനുഷ്യനും കുറിച്ച് ദൈവത്തിന് ആമേൻ ഒരു ഉദ്ദേശമുണ്ട്, ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. ഹല്ലേലൂയ. യേശുവിനെ അറിയുക മാത്രമല്ല, യേശുവിനെ ലോകത്തിന് വെളിപ്പെടുത്തുക. ഹല്ലേലൂയ. ലോകത്തിനെ അറിയിക്കുക. ആമേൻ. അതാണ് ഹല്ലേലൂയ നമ്മളെ കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതി. ഹല്ലേലൂയ. ദൈവത്തിന്റെ ഉദ്ദേശം. ഹല്ലേലൂയ. നമ്മെ വിളിച്ചതിന്റെ പിന്നിൽ ദൈവത്തിനുള്ള പദ്ധതി. ഹല്ലേലൂയ. ആമേൻ. അപ്പോസ്തലനായ പൗലോസ് ദമസ്കോസിലേക്കുള്ള വഴിയിൽ യേശുവിനെ കണ്ടുമുട്ടിയപ്പോൾ അവന്റെ ജീവിതം മാറി. ഹല്ലേലൂയ. എന്നാൽ ദൈവം അവനെ അവിടെ നിർത്തിയില്ല. ജീവിതം മാറിയല്ലോ. ആമേൻ. അതുകൊണ്ട് അവിടെ നിന്നോട്ടെ എന്ന് ആമേൻ വിചാരിച്ചില്ല. എന്നാൽ ദൈവം അവനെ ഹല്ലേലൂയ ഒരു ദൗത്യം നൽകി.
ദൈവം വിളിച്ചപ്പോൾ അവൻ ഒരു ഉത്തരവാദിത്വം കൂടെ നൽകി. Praise the Lord. ഇന്ന് ദൈവം ഓരോ വിശ്വാസിയോടും അത് തന്നെയാണ് പറയുന്നത്. ഹല്ലേലൂയ. നീ എഴുന്നേൽക്കുക. Praise the Lord. ഇന്ന് രാത്രി ഏതൊക്കെയോ വിഷയത്തിനകത്ത് അവൻ കുടുങ്ങിക്കിടക്കുന്ന അവൻ ചില കുടുക്കുകളെ പൊട്ടിച്ച് ചില മേഖലക്കകത്ത് കുടുങ്ങിക്കിടക്കുന്ന ചിലരെ അവൻ ആ മേഖലക്കകത്ത് നിന്ന് എഴുന്നേൽപ്പിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ ആ ശക്തിയെ അവൻ വിശ്വസിക്കുന്ന ജീവിതങ്ങളിൽ അവൻ പകർന്ന് എഴുന്നേൽപ്പിക്കുവാൻ പോകുകയാ. അവൻ നീ എഴുന്നേൽക്കുക, നീ എന്നെ സാക്ഷിയാകുക. ഓ ഷാരാഖബ ശബ്ദേരേഖേ ചൂടാബാബ ഷാൽഖമനഗസി അധുരി നിഗൽഖമനഗസിയ. ആമേൻ. വെള്ളിയും പൊന്നും ആമേൻ എനിക്കില്ല, ആമേൻ ഞങ്ങൾക്കില്ല. നസ്രനായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ നടക്ക എന്ന് പറഞ്ഞപ്പോ ആമേൻ എഴുന്നേൽക്കുവാൻ ആമേൻ ഹല്ലേലൂയ അവനെ ശക്തീകരിച്ച ആമേൻ ദൈവ ശക്തി ഹല്ലേലൂയ പത്രോസിന്റെ വാക്കുകളിലൂടെ ആമേൻ ഹല്ലേലൂയ വെളിപ്പെട്ട ദൈവ സാന്നിധ്യം ആമേൻ ഇന്ന് രാത്രി ആമേൻ ചില ജീവിതങ്ങളിൽ വെളിപ്പെടുന്ന രാത്രിയാ. എത്ര പേർ ആമേൻ പറയോ? നീ എഴുന്നേൽക്കുക, നീ എന്റെ സാക്ഷിയാകുക. ഹല്ലേലൂയ. അനുഭവം മാത്രം പോരാ, അനുസരണവും കൂടെ വേണം. ഹല്ലേലൂയ. പ്രിയരേ, അനുഭവം മാത്രം പോരാ, അനുസരണവും വേണം. ബെഥസ്ദ കുളത്തിന് അരികിൽ കിടക്കുന്നവൻ അനുഭവമുണ്ട്. എന്താ അനുഭവം? കുളം കലക്കുമ്പോൾ അതിനകത്ത് ഇറങ്ങി അനേകന് സൗഖ്യമാകുന്ന കാഴ്ച, അതൊരനുഭവമാ. ഹല്ലേലൂയ. ആമേൻ. അവൻ വാതോരാതെ പറയുന്നു, ആമേൻ, അനേകര് കുളം കലങ്ങുമ്പോൾ അതിനകത്ത് ഇറങ്ങി സൗഖ്യമായി പോകുന്നു. ആമേൻ. അവന്റെ അനുഭവം അവൻ പറയുക. സ്തോത്രം. ഇന്ന് രാത്രി അനുഭവം പറഞ്ഞിരിക്കാതെ അത് നിന്റെ ജീവിതത്തിൽ ആമേൻ അനവർത്ഥ്യമാകണമെങ്കിൽ, ആമേൻ ആ കുളക്കരയിൽ നിന്ന് എഴുന്നേൽക്കണമെങ്കിൽ, ഓ മഹിമകണ്ട സാക്ഷിയാകണമെങ്കിൽ, ഹല്ലേലൂയ, അനുഭവം മാത്രം പോരാ, അനുസരണം വേണം. ഹല്ലേലൂയ. യേശു കർത്താവ് അനുഭവം പറയുന്നവനോട് പറഞ്ഞു, ഹല്ലേലൂയ, നിനക്ക് സൗഖ്യമാകാൻ മനസ്സുണ്ടോ? ഹല്ലേലൂയ. ഹല്ലേലൂയ. അനുഭവം മാത്രം പോരാ, ആമേൻ, അനുസരണവും വേണം. ഹല്ലേലൂയ. അനന്യാസ് പൗലോസിനോട് പറഞ്ഞു, എഴുന്നേൽക്കുക, സ്നാനമേൽക്കുക, കർത്താവിന്റെ നാമം അവൻ വിളിച്ചപേക്ഷിച്ചുകൊണ്ട് നിന്റെ പാപങ്ങളിൽ കഴുകിക്കളക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവം പറഞ്ഞത് പൗലോസ് അനുസരിച്ചു. ആമേൻ. അനുസരണം അനുഗ്രഹത്തിന്റെ വാതിൽ തുറക്കുന്നു. പ്രൈസ് ദി ലോർഡ്. വിളികേട്ടിറങ്ങി തിരിച്ച അബ്രഹാമിനോട് ദൈവം പറഞ്ഞു, ആമേൻ, മോറിയ മലയിലേക്ക് ആമേൻ അതെ നിന്റെ മകനുമായി പോകണം. അവിടെ നിന്റെ മകനെ യാഗം കഴിക്കണം. ഹല്ലേലൂയ. മടി കൂടാതെ ആമേൻ അതെ അബ്രഹാം ആമേൻ യാത്രയ്ക്ക് തയ്യാറാകുക മാത്രമല്ല, മകനെ യാഗം കഴിക്കുവാൻ ഹല്ലേലൂയ അതെ അനുസരണം ആമേൻ കാണിച്ചപ്പോൾ ഹല്ലേലൂയ ആമേൻ ദൈവം പറയുകയാണ്, നീ ഇത് ചെയ്യുവാൻ മടിക്കാത്തത് കൊണ്ട് ഞാൻ നിന്നെ ഐശ്വര്യമായി അനുഗ്രഹിച്ചിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അനുഗ്രഹം ആമേൻ വരുന്നത് ആമേൻ അനുഭവത്തിൽ നിന്നല്ല, അനുസരണത്തിൽ നിന്നാണ്. ഹല്ലേലൂയ. ഒത്തിരി അനുഭവങ്ങൾ പറയാനുണ്ടാകും. ഹല്ലേലൂയ. അനുഭവങ്ങൾ നല്ലതാ, പക്ഷേ അനുഗ്രഹം വരണമെങ്കിൽ അനുഭവം മാത്രം പോരാ, അനുസരണം ആവശ്യമാണ്. പൗലോസ് അനുസരിച്ചു, അവൻ അനുഗ്രഹത്തിന്റെ വാതിൽ തുറന്നു. ഹല്ലേലൂയ. ആമേൻ. പത്രോസ് അനുസരിച്ചു, ദാദാ നിന്റെ വാക്കിന് ഞാൻ വല ഇറക്കാം. ഹല്ലേലൂയ.
അവൻ അനുസരിക്കുവാൻ തയ്യാറായപ്പോൾ ശൂന്യമായ പടക് നിറഞ്ഞു. ഇന്ന് രാത്രി അനുഭവമുള്ള പത്രോസ് പറഞ്ഞു, നാഥാ, കഴിഞ്ഞ രാത്രി ഞാൻ അധ്വാനിച്ചതാ, എനിക്കൊന്നും കിട്ടിയില്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അനുഭവങ്ങളുടെ ആമേൻ, അതെ, പാടക്കെട്ടുകൾ ചുമ്മിക്കൊണ്ട് നടക്കുന്ന ജീവിതങ്ങളോട് ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് പറയുന്നു, അനുഭവം മാത്രം പോരാ, അനുഗ്രഹത്തിന്റെ വാതിൽ തുറക്കാൻ അനുസരണം ആവശ്യമത്രേ. ക്രൂശിലെ മരണത്തോളം തന്നെത്താൻ താഴ്ത്തി അനുസരണമുള്ളവനായി തീർന്നപ്പോൾ സകല നാമത്തിനും മേലായ നാമം നൽകി പിതാവായ ദൈവം തന്റെ പുത്രനെ ഉയർത്തി. ഹല്ലേലൂയ. ഇന്ന് രാത്രി നിന്ദിച്ചവരുടെ മുമ്പിൽ, അവഹേളിച്ചവരുടെ മുമ്പിൽ, അകറ്റി നിർത്തിയവരുടെ മുമ്പിൽ ചേർത്ത് നിർത്തി മാനിക്കുന്ന ആത്മാവിന്റെ സാന്നിധ്യം. ഓ, ഇതാ നിന്റെ ദാസി, നിന്റെ വാക്കുപോൽ എനിക്ക് ഭവിക്കട്ടെ. ഹല്ലേലൂയ. അനുഭവം പറഞ്ഞു നോക്കി. എന്താ അനുഭവം? ആമേൻ. വിവാഹം നിശ്ചയിച്ചിട്ടേ ഉള്ളൂ, ഒരു പുരുഷനെ ഞാൻ അറിഞ്ഞിട്ടില്ല. ഹല്ലേലൂയ. അത് അവളുടെ അനുഭവമാണ്. ഹല്ലേലൂയ. എന്നാൽ അനുഭവത്തെക്കാൾ ഹല്ലേലൂയ ഉപരി അവൾ അനുസരിക്കുവാൻ തയ്യാറായപ്പോൾ പരിശുദ്ധാത്മാവ് അവളുടെ മേൽ ഇറങ്ങി വന്നു. ഇന്ന് രാത്രി ആമേൻ, നിന്റെ സ്ഥിതി മാറി ധൈര്യമായി യേശുവിന്റെ സാക്ഷ്യം പറയുവാൻ ഇടയാകത്തക്ക വിധത്തിൽ നിന്നെ ശക്തീകരിക്കുന്ന ദൈവവചനം നിന്റെ കാതുകളിൽ മുഴങ്ങിക്കൊണ്ടിരിക്കുമ്പോ ഹല്ലേലൂയ, വിടേണ്ടതിനെ വിട്ട് മുറുകെ പിടിക്കേണ്ടതിനെ മുറുകെ പിടിച്ച ഹല്ലേലൂയ ആമേൻ സമർപ്പിക്കപ്പെടാമെങ്കിൽ ഇന്ന് രാത്രി നിന്റെ മേൽ ആത്മാവ് വന്ന് ആമേൻ നിന്നെ ധൈര്യപ്പെടുത്തു, നിന്നെ ശക്തീകരിക്കൂ, നിന്നെ സൗഖ്യപ്പെടുത്തു. ഹല്ലേലൂയ. നീ ദേശത്ത്, ഓ പട്ടണങ്ങളിൽ, രാജ്യങ്ങളിൽ മഹിമ കണ്ട സാക്ഷിയായി മാറും. ഓ, വിശ്വസിക്കുന്നവർ എന്നോട് ചേർന്ന് കരമടിച്ച കർത്താവിന് മഹത്വം കൊടുക്കുക. ഹല്ലേലൂയ. ഇന്ന് പലരും ദൈവത്തെ സ്നേഹിക്കുന്നു, പക്ഷേ അനുസരിക്കാൻ മടിക്കുന്നു. ഹല്ലേലൂയ. ആമേൻ. ദൈവത്തെ ആമേൻ സ്നേഹിക്കുന്നു, പക്ഷേ അനുസരിക്കാൻ മടിക്കുന്നു. ഹല്ലേലൂയ. ദൈവം വിളിക്കുന്നു, പക്ഷേ അവർ കാത്തിരിക്കുന്നു. ദൈവം അയക്കുന്നു, പക്ഷേ ഹല്ലേലൂയ അവർ ആമേൻ ഭയപ്പെടുന്നു. പ്രിയ സഹോദരങ്ങളെ, ദൈവത്തിന്റെ സമയത്ത് അനുസരിക്കുന്നവരാണ് അവന്റെ അത്ഭുതങ്ങൾ കാണുന്നത്. ഹല്ലേലൂയ. ഈ പ്രാർത്ഥനയിൽ ദൈവം ദിശകളെ കാണിക്കുന്നു. ഹല്ലേലൂയ. മടുത്തു പോകരുതേ, ക്ഷീണിച്ചു പോകരുതേ, പിന്മാറരുതേ. ഹല്ലേലൂയ. നിന്നെ മടുപ്പിക്കുന്ന, നിന്നെ പുറകോട്ട് ആമേൻ വലിക്കുന്ന വിധത്തിലുള്ള ആമേൻ പലതും നിന്റെ ജീവിതത്തിൽ കയറി വരും. പൗലോസ് യെരൂശലേമിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നപ്പോൾ കർത്താവ് അവനോട് സംസാരിച്ചു. ഇന്ന് പലരും പ്രാർത്ഥിക്കുന്നുണ്ട്, പക്ഷെ കർത്താവ് അവരോട് സംസാരിക്കുന്നില്ല. ഹല്ലേലൂയ. ഒരു പ്രവാചകനും വന്നല്ല ആമേൻ പൗലോസിനോട് സംസാരിച്ചത്. ആമേൻ. പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നവനോട് ആമേൻ കർത്താവ് സംസാരിച്ചു. ഹല്ലേലൂയ. കർത്താവ് പുനരുദ്ധാനം ആമേൻ ചെയ്തു പോയി. ഹല്ലേലൂയ. പൗലോസിനോട് കർത്താവ് സംസാരിച്ചു. ഇത് നമ്മെ ഒരു വലിയ സത്യം പഠിപ്പിക്കുന്നു. പ്രാർത്ഥന വെറും ആവശ്യങ്ങൾ പറയാനുള്ള സമയം മാത്രമല്ല, ദൈവത്തിന്റെ ശബ്ദം കേൾക്കാനുള്ള സമയമാണ്. ഇന്ന് എത്ര പേർ ദൈവത്തിന്റെ ശബ്ദം കേൾക്കാൻ സമയം മാറ്റിവെക്കും? ലോകത്തിന്റെ ശബ്ദം വളരെ ഉച്ചത്തിലാണ്, പക്ഷേ ദൈവം ഇപ്പോഴും മൃദുവായി സംസാരിക്കും. പ്രാർത്ഥിക്കുന്ന ഹൃദയം അവന്റെ ശബ്ദം തിരിച്ചറിയും.
ദൈവത്തിന്റെ പദ്ധതി നമ്മുടെ ചിന്തകളെക്കാൾ വലുതാണ്. പ്രിയമുള്ളവരെ, പൗലോസ് അപ്പോസ്തലൻ യെരുശലേമിൽ തന്നെ തുടരുവാൻ ആഗ്രഹിച്ചു. എന്നാൽ ദൈവം പറഞ്ഞു, പുറപ്പെട്ടു പോ. ഹല്ലേലൂയ. പലപ്പോഴും നമ്മളും ഇങ്ങനെയൊക്കെ എന്ത് ചെയ്യാറുണ്ട്? മസിൽ പിടിക്കാറുണ്ട്. ഹല്ലേലൂയ. പൗലോസിന് ഇഷ്ടം യെരുശലേമിൽ തന്നെ തുടരാണ്. കാരണം എന്താ? യെരുശലേമിലാണ് പ്രാർത്ഥനാലയമുള്ളത്, അവിടെയാണ് മാളിക മുറിയുള്ളത്, അവിടെ അതിന്റെ പരിസര പ്രദേശത്താണ് യേശു ഏറിയ സമയം ചെലവഴിച്ചത്. അതുകൊണ്ട് പൗലോസ് യെരുശലേമിൽ തന്നെ തുടരാൻ ആഗ്രഹിച്ചു. ഹല്ലേലൂയ. ഇന്ന് രാത്രി ആമേൻ ചിലരുടെ ആഗ്രഹത്തെ സ്വർഗം പൊളിക്കുന്ന രാത്രിയാണ്. ആമേൻ. ചിലരുടെ ആഗ്രഹത്തെ പൊളിച്ച ദൈവത്തിന്റെ ആഗ്രഹത്തിനൊത്തവണ്ണം ആമേൻ ആത്മാവിനാൽ ആമേൻ നടത്തപ്പെടുന്ന ഒരു ആത്മീയ മനുഷ്യനാക്കി പുറത്തെടുക്കാൻ പോകുകയാണ്. ഹല്ലേലൂയ. ദൈവം പറഞ്ഞു, പുറപ്പെട്ടു പോ, ഞാൻ നിന്നെ ദൂരെയുള്ള ജാതികളുടെ അടുക്കലയക്കും. ഹല്ലേലൂയ. യെരുശലേമിന്റെ ഇട്ടാവട്ടത്ത് അവൻ തുടരാൻ ആഗ്രഹിച്ച അവൻ അതേ ശൗലിന്റെ അവൻ ആ സ്വഭാവത്തെ മാറ്റി പൗലോസായപ്പോൾ ഹല്ലേലൂയ യെരുശലേമിൽ കറങ്ങാൻ അനുവദിക്കാതെ ദൂരെയുള്ള ജാതികളുടെ അടുക്കല് അയക്കും. എന്താ? യെരുശലേമിലെ ജാതികളില്ലേ? ഹല്ലേലൂയ. ആമേൻ. ചിലർ പറയുന്നത് ആമേൻ ഞാനിരിക്കുന്നിടത്ത് ജാതികളില്ലേ, ഞാനായിരിക്കുന്നിടത്ത് ജാതികളില്ലേ, ഇവരെയൊക്കെ നേടാൻ എന്നെ ആക്കി വെച്ചിരിക്കുക. ഹല്ലേലൂയ. ആമേൻ. ഈ ഇട്ടാവട്ടത്ത് ആമേൻ അതെ ആയിരുന്നു കൊണ്ട് അവൻ ചിലതൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ അവൻ സാക്ഷ്യം ധൈര്യത്തോടെ പറയുവാൻ സാക്ഷ്യമില്ല, അനുഭവമുണ്ട്. അനുഭവം മാത്രം പോരാ, അവൻ അനുസരണമുണ്ടെങ്കിൽ മാത്രമേ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുത്തുള്ളൂ. ഹല്ലേലൂയ. അപ്പോസ്തലനായ പൗലോസിന് പറയാൻ ഒത്തിരി അനുഭവമുണ്ട്. പക്ഷേ അനുഭവം കൊണ്ട് ദൈവപ്രവൃത്തി വെളിപ്പെടില്ല, അനുസരണം കൂടെ വേണം. പൗലോസിനോട് ദൈവം പറഞ്ഞു, പൗലോസേ, നീ ഇറങ്ങിയത് ശരിയാ, നീ കഷ്ടം സഹിച്ചത് ശരിയാ, നീ എനിക്ക് വേണ്ടി സകലതും ചപ്പന്നും ചവറന്നും എണ്ണി ക്രിസ്തുയേശുവിന്റെ പരമവിളിയുടെ ലാക്കിലേക്ക് ഓടിയത് ശരിയാ. ഓട്ടത്തിൽ നിന്റെ ഇഷ്ടമല്ല, എന്റെ ഇഷ്ടം ചെയ്യുവാൻ നീ തയ്യാറാകുമ്പോ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ആമേൻ. പലപ്പോഴും നമ്മുടെ ആഗ്രഹമൊക്കെ ആമേൻ പൊളിയും കേട്ടോ. ഞാൻ എൻ്റെ ആമേൻ ജീവിതത്തിൽ ആമേൻ പല കാര്യങ്ങളും ആഗ്രഹിച്ചിട്ടുണ്ട്. പക്ഷേ ആ ആഗ്രഹത്തെയൊക്കെ തമ്പുരാൻ പൊളിച്ചടുക്കി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. പാലക്കാടിന്റെ മണ്ണിൽ ഇനി ഇല്ല. പ്രൈസ് ദി ലോർഡ്. ആമേൻ. കേരളത്തിലേ ഇല്ല. ആമേൻ. ആമേൻ. ദൂരെ പോയി കർത്താവിന്റെ വേല ചെയ്യാമെന്ന് ഓർത്ത് ആമേൻ ഹല്ലേലൂയ ദൈവം ദാനമായി നൽകിയ ഭാര്യയെയും 2 മക്കളെയും കൂട്ടി പോയതാ. പ്രൈസ് ദി ലോർഡ്. പക്ഷേ തമ്പുരാൻ പറഞ്ഞു, പോടാ. ഹല്ലേലൂയ. ആമേൻ. ആമേൻ. തമ്പുരാനെ അനുസരിച്ചാൽ പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വാതിലുകൾ തമ്പുരാൻ തുറക്കും. പ്രൈസ് ദി ലോർഡ്. അനുഗ്രഹത്തിന്റെ വാതിലുകൾ ആമേൻ ദൈവം തുറക്കും. ആമേൻ. ഞാന് എൻ്റെ സ്വദേശമായ ആമേൻ ആ ജില്ലയിൽ വന്ന് ആമേൻ ഞാനും എൻ്റെ പിതാവും കൂടെ പോയി ആമേൻ വാടകയ്ക്ക് വീടൊക്കെ നോക്കി. ഹല്ലേലൂയ. ആമേൻ. വീടൊക്കെ ആമേൻ കണ്ടുപിടിച്ചു. ഹല്ലേലൂയ. എന്നാൽ കൂടെ ആമേൻ ഒരുമിച്ച് നിൽക്കുവാൻ ആമേൻ ആക്കി വെച്ചവര് അവിശ്വസ്തത കാട്ടിയപ്പോ ഹല്ലേലൂയ കർത്താവ് പറഞ്ഞു, മോനെ ഇവിടെ അല്ലടാ, ഞാൻ നിനക്ക് വഴി തുറക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എങ്ങനെ തുറക്കും, എതിലെ തുറക്കും എന്നൊന്നും എനിക്കറിയത്തില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവ് പറയുന്നത് കേട്ട് നിന്നത് കൊണ്ട് അവൻ
ആമേൻ നാളിതുവരെ നിൽക്കുവാൻ അതിന് ഇടയായി. ആമേൻ ഇന്ന് രാത്രിയിലും ആമേൻ ചിലതിനെ പൊളിച്ച് ആമേൻ ചിലതിനെ പണിയുന്ന ദൈവം. ഹല്ലേലൂയ. ഇന്ന് രാത്രി ദൈവഹിതത്തിനൊത്തവണ്ണം സഞ്ചരിക്കുവാൻ സമർപ്പിക്കപ്പെടുന്ന ആരുണ്ട്? നിനക്കെതിരെ പാതാള ഗോപുരങ്ങൾ ഉയർന്നാലും നീ ആമേൻ തകരത്തില്ല. പാതാള ഗോപുരങ്ങൾ ജയിക്കത്തില്ലെന്ന് ഭൂമിയിൽ നിന്ന് ഉയരുന്ന ഒരു വെല്ലുവിളികൾക്കും ഒരു പ്രതിസന്ധിക്കും നിന്നെ തകർക്കാൻ ഒക്കത്തില്ല. ഹല്ലേലൂയ. കാരണം നിന്നെ വിളിച്ചവൻ ഹല്ലേലൂയ മരണത്തെയും പാതാളത്തെ അതിജീവിച്ച് മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റ് ഇന്നും പിതാവിന്റെ വലതുഭാഗത്ത് ജീവനോടിരിക്കുന്നവന്, അവന്റെ വചനം അനുസരിക്കുന്നവനെ അവൻ ഒരു നാളും കൈവിടില്ല, അവൻ ഒരു നാളും ഉപേക്ഷിക്കുകയില്ല. ഇന്ന് രാത്രി ആമേൻ ദേശം നിന്നെ ഉപേക്ഷിച്ചേക്കാം, സഭ നിന്നെ ഉപേക്ഷിച്ചേക്കാം, പട്ടണം നിന്നെ ഉപേക്ഷിച്ചേക്കാം, ഉറ്റവരും ഉടയവരും നിന്നെ ഉപേക്ഷിച്ചേക്കാം. എന്നാൽ ഉപേക്ഷിക്കാത്ത ഒരു നല്ല കർത്താവ് ആമേൻ അപ്പോസ്തലനായ പൗലോസ് അപേക്ഷിച്ചപ്പോൾ അവന്റെ അപേക്ഷയ്ക്ക് മറുപടിയായി ഇറങ്ങി വന്നൊരു കർത്താവുണ്ട്. ഹല്ലേലൂയ. ഇന്ന് രാത്രിയിലും ആമേൻ ചില വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ജീവിതങ്ങളോട് പറയട്ടെ, ആമേൻ അനുഭവം പോരാ, അനുസരണമുണ്ടെങ്കിൽ അനുഗ്രഹത്തിന്റെ വാതിലുകൾ തുറക്കപ്പെടും. ഹല്ലേലൂയ. ആമേൻ. പൗലോസ് യെരുശലേമിൽ തന്നെ തുടരാൻ ആഗ്രഹിച്ചു. ആമേൻ. എന്നാൽ ദൈവം പറഞ്ഞു, പുറപ്പെട്ടു പോ, ഞാൻ നിന്നെ ദൂരെയുള്ള ജാതികളുടെ അടുക്കൽ അയക്കും. ആമേൻ. പൗലോസിന്റെ പദ്ധതി ഒന്നായിരുന്നു. ഹല്ലേലൂയ. എന്നാൽ ദൈവത്തിന്റെ പദ്ധതി മറ്റൊന്നായിരുന്നു. സ്തോത്രം. ആ ബെഥെസ്ദ കുളക്കരയിൽ കിടക്കുന്നവന്റെ ആഗ്രഹം ആമേൻ ആരെങ്കിലും അവനെ പിടിച്ച് കുളത്തിൽ ഇറക്കണം, എന്നിട്ട് അവനും ആമേൻ സാക്ഷ്യം പറയണം. ഹല്ലേലൂയ. ഇതായിരുന്നു അവന്റെ ആഗ്രഹം. എന്നാൽ തമ്പുരാൻ ആ ആഗ്രഹത്തെ പൊളിച്ചു. ഹല്ലേലൂയ. എടാ ആമേൻ, നീ ഇനി കുളത്തിലേക്ക് ഇറങ്ങണ്ട. ആമേൻ. ആമേൻ. നിനക്ക് വേണ്ടി ഇനി ആരും കുളം കലക്കത്തില്ല. ഹല്ലേലൂയ. ആമേൻ. ഈ കരയിൽ വെച്ച് തന്നെ ഞാൻ നിന്നെ സൗഖ്യമാക്കുവാനാ വന്നിരിക്കുന്നത്. നിനക്ക് മനസ്സുണ്ടോ? അനുസരിക്കാൻ മനസ്സുണ്ടോ? ഇന്ന് രാത്രി, നാളെയല്ല, ഇന്ന് രാത്രി ആമേൻ നിന്നെ തൊടാൻ, നിന്നെ സൗഖ്യമാക്കാൻ, നിന്റെ ഭയത്തെ മാറ്റി അനുഗ്രഹത്തിന്റെ വഴികളെ തുറക്കുവാൻ ആമേൻ നിന്റെ അരികിൽ യേശു നിൽപ്പുണ്ട്. അവന്റെ സാന്നിധ്യം അനുഭവിപ്പാൻ കഴിയുന്നുണ്ടോ? ഹല്ലേലൂയ. ഹല്ലേലൂയ. പൗലോസിന്റെ പദ്ധതി ഒന്നായിരുന്നു, ദൈവത്തിന്റെ പദ്ധതി മറ്റൊന്നായിരുന്നു. ഇന്ന് നമ്മുടെ ജീവിതത്തിൽ ഇത് സംഭവിക്കുന്നു. ചില വാതിലുകൾ അടയുന്നത് ദൈവം നമ്മെ ഉപേക്ഷിച്ചത് കൊണ്ടല്ല, അതിലും വലിയ ഒരു വാതിലിലേക്ക് നമ്മെ നയിക്കാനാണ്. ബെഥെസ്ദ കുളത്തിൽ ഇറങ്ങി ആമേൻ സൗഖ്യമായവന് പറയുന്നതിനേക്കാൾ ശ്രേഷ്ഠമായതൊന്ന് പറയുവാൻ ആമേൻ നിനക്ക് ആമേൻ ഇടയാകത്തക്ക വിധത്തിൽ നിന്നെ തൊടാൻ, നിന്നെ സൗഖ്യമാക്കുവാൻ ഹല്ലേലൂയ ഞാൻ വന്നിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. 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 അതിലും വലിയൊരു വാതിലിലേക്ക് ദൈവം നമ്മെ നയിക്കാനാണ്. ദൈവം ഇല്ല എന്ന് പറയുമ്പോഴും അത് സ്നേഹത്തോടെയാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ദൈവം നമ്മെ ഉപേക്ഷിച്ചത് കൊണ്ടല്ല, അതിലും വലിയ ഒരു ആമേൻ വാതിലിലേക്ക് നമ്മെ നയിക്കാനാണ്. അപ്പൊ ചില കാര്യങ്ങളൊക്കെ പ്രാർത്ഥിച്ചിട്ടും ആമേൻ നടക്കാതിരിക്കുന്നത്, ഹല്ലേലൂയ. ആമേൻ. ചില അനുഭവങ്ങളൊക്കെ നമുക്കുണ്ട്, നമ്മളതൊക്കെ പറഞ്ഞിട്ടും ഒന്നും സംഭവിക്കാതിരിക്കുന്നത്, ഹല്ലേലൂയ.
പറയാനുള്ള ധൈര്യം പരിശുദ്ധാത്മാവിൽ നിന്നാണ്. ഹല്ലേലൂയ. സ്വന്തം കഴിവ് കൊണ്ടല്ല. പൗലോസ് ലോകത്തെ സ്വാധീനിച്ചത് ആമേൻ പരിശുദ്ധാത്മാവിന്റെ ശക്തിയിലാണ്. ഹല്ലേലൂയ. അറിവ് മാത്രം പോരാ. ബൈബിളിനകത്തെ ഒത്തിരി കാര്യങ്ങളെ കുറിച്ചുള്ള അറിവ് മാത്രം പോരാ. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിന്റെ നിറവ് വേണം, അഭിഷേകം വേണം, വചനവും വേണം, പരിശുദ്ധാത്മാവിന്റെ ധൈര്യവും വേണം. ഹല്ലേലൂയ. ഇന്ന് രാത്രി ദൈവം എന്നെ ഏത് ദൗത്യത്തിനാണ് വിളിച്ചിരിക്കുന്നതെന്ന് എത്ര പേർ തിരിച്ചറിയുന്നുണ്ട്? ഹല്ലേലൂയ. നാളിതുവരെ എൻ്റെ ഇഷ്ടത്തിനാണോ ഞാൻ നിൽക്കുന്നത്? ആമേൻ. എൻ്റെ ഇഷ്ടത്തിനാണോ ഞാൻ ഓടുന്നത്? എൻ്റെ ഇഷ്ടത്തിനാണോ ഞാൻ നിൽക്കുന്നത്? എൻ്റെ ഇഷ്ടത്തിനാണോ ഞാൻ ഇരിക്കുന്നത്? എൻ്റെ ഇഷ്ടത്തിനാണോ ഞാൻ പ്രാർത്ഥിക്കുന്നത്? ആമേൻ. ദൈവപുത്രനായ യേശു പോലും സ്വന്തം ഇഷ്ടത്തിന് പ്രാർത്ഥിച്ചു. ഹല്ലേലൂയ. എന്തായിരുന്നു സ്വന്തം ഇഷ്ടം? കഴിയുമെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്ന് എടുത്തു നീക്കണം. ഹല്ലേലൂയ. പ്രിയരെ, ഇതുപോലെ സ്വന്തം ഇഷ്ടമൊക്കെ പ്രാർത്ഥിക്കുന്ന ചിലരുണ്ട്. പരിശുദ്ധാത്മാവ് വന്നത് സ്വന്തം ഇഷ്ടം നിറവേറ്റാനല്ല, മാനുഷികമായിട്ട് കുറെ കാലം കൂടെ ജീവിച്ചിരിക്കണമെന്ന് മനുഷ്യത്വത്തിൽ അല്ലെ മനുഷ്യനായി ഇരിക്കണമെന്ന് ആഗ്രഹിക്കാത്ത ആരാ ഇല്ലാത്തത്? അപ്പൊ യേശു പോലും അങ്ങനെ ആഗ്രഹിച്ചു. കുറച്ചു കാലം കൂടെ ഇവിടെ മനുഷ്യനായി ജീവിക്കണം. ഹല്ലേലൂയ. എന്നാൽ യേശു ജനിച്ചത് മനുഷ്യന്റെ ഇഷ്ടത്താലല്ല, ജഡത്തിന്റെ ഇഷ്ടത്താലല്ല, ദൈവത്തിന്റെ ഇഷ്ടത്തിനാൽ, പരിശുദ്ധാത്മാവിനാല. നാം രക്ഷിക്കപ്പെട്ടതും സ്നാനപ്പെട്ടതും ദൈവസഭയുടെ അംഗമായതും ലോകക്കാരുടെയോ കുടുംബക്കാരുടെയോ ഇഷ്ടത്തിനല്ല, പിതാവായ ദൈവത്തിന്റെ ഇഷ്ടത്തിനാണ്. അങ്ങനെ ഇറങ്ങിത്തിരിച്ച് കുറെ കാലം കഴിഞ്ഞപ്പോ ഈ ആത്മാവിന്റെ ഇഷ്ടമൊക്കെ മാറ്റിവെച്ചു. ആത്മാവ് എന്ത് പറഞ്ഞാലും പോകുന്ന ഒരു സമയം ഉണ്ടായിരുന്നു. എന്നാ നല്ല ആരോഗ്യം, നല്ല പ്രായത്തില് അന്ന് വീട്ടിലെ കാര്യം നോക്കാൻ പറഞ്ഞ അയ്യോ ദൈവം പറഞ്ഞു വേലയ്ക്ക് വേണ്ടി അങ്ങ് പോണം. എന്തൊരു എരിവായിരുന്നു. അന്ന് വീട്ടിലെ കാര്യമൊന്നും നോക്കാൻ സമയമില്ല. ദൈവം പറഞ്ഞു എന്നും പറഞ്ഞു അങ്ങ് പോക്കായിരുന്നു. രാവെന്നില്ല, പകലെന്നില്ല. ഉയ്യോ ദൈവത്തിന് വേണ്ടി അങ്ങ് ഓടി. ദൈവം പറഞ്ഞു, ദൈവം ഇടപെട്ടു. ആ ദൈവം ഇന്ന് ഇടപെടുന്നുണ്ടോ? ആ ദൈവം ഇന്ന് പറയുന്നുണ്ടോ? ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് ചോദിക്കുന്നു, ദൈവം നിന്നെ ഏത് ദൗത്യത്തിനാണ് വിളിച്ചിരിക്കുന്നത്? ഞാൻ അനുസരണത്തിൽ നടക്കുകയാണോ? ഹല്ലേലൂയ. ഞാൻ ദിവസവും ദൈവത്തിന്റെ ശബ്ദം കേൾക്കാൻ സമയം കണ്ടെത്തുന്നുണ്ടോ? ഹല്ലേലൂയ. അന്ന് പറഞ്ഞ ദൈവം, അന്ന് ഇടപെട്ട ദൈവം ഇന്നും ഇടപെടുന്നുണ്ടോ? ഇന്നും അതേ ആത്മാവിനെ അനുസരിച്ചാണോ ഞാൻ ആയിരിക്കുന്നത്? അതോ എന്റെ ഇഷ്ടത്തിനാണോ? ഹല്ലേലൂയ. യേശുവിനൊരു കാര്യം മനസ്സിലായി. അകത്തടത്തിൽ ആത്മാവ് ഇടപെട്ടപ്പോ യേശു പറഞ്ഞു, പിതാവേ എന്റെ ഇഷ്ടമല്ല നിന്റെ ഇഷ്ടം എന്നിൽ നിറവേറട്ടെ. ഇന്ന് രാത്രി തിരുത്തി പ്രാർത്ഥിക്കേണ്ടവർ തിരുത്തി പ്രാർത്ഥിക്കണം,
തിരുത്തി പറയേണ്ടവർ തിരുത്തി പറയണം. ആമേൻ. എന്റെ ഇഷ്ടത്തിന് യെരൂശലേമിൽ തുടരുവാൻ ആമേൻ പൗലോസിന്റെ ഇഷ്ടത്തിന് ആമേൻ യെരൂശലേമിൽ തുടരുവാൻ ആഗ്രഹിച്ചപ്പോൾ പൗലോസിന്റെ ആഗ്രഹത്തെ പൊളിച്ച് ദൈവത്തിന്റെ ആഗ്രഹത്തിലേക്ക് തിരിച്ച ആത്മാവിന്റെ സാന്നിധ്യം ഇന്ന് രാത്രി ആമേൻ ചില കുടുംബങ്ങൾക്കകത്ത്, ചില തലമുറകൾക്കകത്ത്, ചില ജീവിതങ്ങൾക്കകത്ത് അത് വെളിപ്പെട്ടുകൊണ്ടിരിക്കുക. യേശു ക്രിസ്തുവിന്റെ അതിവിശുദ്ധ നാമത്തിൽ ഞാൻ പ്രഖ്യാപിക്കുന്നു, ദൈവത്തിന്റെ ശബ്ദം ആമേൻ കേൾക്കാനുള്ള ആത്മീയ ചെവികൾ ഓരോരുത്തർക്കും തുറക്കപ്പെടട്ടെ. അനുസരണത്തിന്റെ ആത്മാവ് നിങ്ങളുടെ ജീവിതങ്ങളിൽ നിറയട്ടെ. അടഞ്ഞിരിക്കുന്ന ശുശ്രൂഷയുടെ വാതിലുകൾ തുറക്കപ്പെടട്ടെ. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ വായിൽ ധൈര്യത്തിന്റെ വചനങ്ങൾ നിറയ്ക്കട്ടെ. നിങ്ങളുടെ ജീവിതം അനേകരെ ക്രിസ്തുവിലേക്ക് നയിക്കുന്ന ജീവനുള്ള സാക്ഷിയായി മാറട്ടെ. കരമുയർത്തി നന്ദിയോടെ കർത്താവിനെ സ്തുതിച്ചാട്ട്. ഹല്ലേലൂയ. സത്യം പറയുന്നവരെയാണ്. ഹല്ലേലൂയ. ഒന്നുകൂടെ പറയട്ടെ, സത്യം പറയുന്നവരെ ദൈവം കാത്തു സൂക്ഷിക്കും. ആമേൻ. ഹല്ലേലൂയ. തല പോയാലും സത്യം പറയുന്നവരെ ദൈവം കാത്തു സൂക്ഷിക്കും. അപ്പോസ്തലപ്രവൃത്തികളുടെ പുസ്തകം 22-ാം അധ്യായം അതിന്റെ 22 മുതൽ 30 വരെയുള്ള വേദഭാഗമാണ് ആമേൻ നാം ചിന്തിക്കാനായി പോകുന്നത്. ആമേൻ വായിച്ചാലും. ഈ വാക്കോളം അവർ അവന് ചെവി കൊടുത്തു. പിന്നെ ഇങ്ങനത്തവനെ ഭൂമിയിൽ നിന്ന് നീക്കിക്കളക, അവൻ ജീവിച്ചിരിക്കുന്നത് യോഗ്യമല്ല. ഇങ്ങനത്തവനെ ഭൂമിയിൽ നിന്ന് നീക്കിക്കളക. ഇങ്ങനെയുള്ളവരെ ജീവനോടെ വെക്കുന്നത് എന്നല്ല, യോഗ്യമല്ല. അവർ കൂക്കിലിട്ടു വസ്ത്രം കീറിക്കളഞ്ഞു. പൂഴിവാഴി മേലോട്ട് എറിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അവർ ഇങ്ങനെ അവന്റെ നേരെ ആർക്കുവാൻ സംഗതി എന്ത് എന്നറിയേണ്ടതിന് ചമ്മട്ടി കൊണ്ട് അവനോട് ചോദ്യം ചെയ്യണം എന്ന് സഹസ്രാധിപൻ പറഞ്ഞു. നോക്കണമേ പ്രിയ ദൈവമക്കളെ, അപ്പോസ്തലനായ പൗലോസ് തന്റെ സാക്ഷ്യം ധൈര്യത്തോടെ പറഞ്ഞപ്പോൾ എല്ലാവരും സന്തോഷിച്ചില്ല. ജനക്കൂട്ടം ക്രോധത്തോടെ പൊട്ടിത്തെറിച്ചു. അവർ അവനെ നിശബ്ദനാക്കാൻ ശ്രമിച്ചു. പക്ഷേ അവർക്ക് പൗലോസിന്റെ ശബ്ദം നിശബ്ദമാക്കാൻ കഴിഞ്ഞില്ല. കാരണം ദൈവമനുഷ്യ മനുഷ്യർക്ക് തടയാൻ കഴിയില്ല. ഹല്ലേലൂയ. നിന്നെ ഒരു ദേശത്ത് ദൈവം ആക്കിയിട്ടുണ്ടെങ്കിൽ അത് തിരിച്ചറിഞ്ഞ ആ ദേശത്ത് നിന്ന് നിന്നെ ഓടിക്കുവാൻ ആമേൻ ഒരു ശക്തിക്കും കഴിയത്തില്ല, ഒരു വ്യക്തിക്കും കഴിയത്തില്ല. ആമേൻ. പൗലോസ് ഇപ്പോഴായിരിക്കുന്നിടത്ത് ആമേൻ പൗലോസ് തന്റെ സാക്ഷ്യം ധൈര്യത്തോടെ പറഞ്ഞപ്പോൾ ഹല്ലേലൂയ എല്ലാവരും സന്തോഷിച്ചില്ല. നീ ആയിരിക്കുന്ന ദേശത്ത്, നീ ആയിരിക്കുന്ന പട്ടണത്തിൽ, നീ ആയിരിക്കുന്ന ആമേൻ ഗ്രാമത്തിൽ ദൈവം നിന്നെ ആക്കി വെച്ചിരിക്കുന്നെങ്കിൽ, ദൈവം നിനക്ക് തന്നിരിക്കുന്ന സാക്ഷ്യം ആമേൻ നീ മൂടി വെക്കരുത്. ധൈര്യത്തോടെ നീ ആമേൻ പറയുമ്പോൾ എല്ലാവരും സന്തോഷിക്കണമെന്നില്ല. ജനക്കൂട്ടം ഹല്ലേലൂയ ക്രോധത്തോടെ പൊട്ടിത്തെറിച്ചു. അവർ അവനെ നിശബ്ദനാക്കാൻ നോക്കി. ഹല്ലേലൂയ. പക്ഷേ അവർക്ക് പൗലോസിന്റെ ശബ്ദം നിശബ്ദമാക്കാൻ കഴിഞ്ഞില്ല. കാരണം ദൈവം അയച്ച മനുഷ്യനെ
മനുഷ്യർക്ക് തടയാൻ കഴിയില്ല. Praise the Lord. സത്യം എപ്പോഴും എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല. ഹല്ലേലൂയ. യേശു സത്യം പറഞ്ഞു. ആമേൻ. അവനെ ക്രൂശിച്ചു. ഹല്ലേലൂയ. സ്തെഫാനോസ് സത്യം പറഞ്ഞു, അവനെ കല്ലെറിഞ്ഞു. Praise the Lord. പൗലോസ് സത്യം പറഞ്ഞു, അവനെ പിടിച്ചു കെട്ടി. ആമേൻ. അതുകൊണ്ട് നിങ്ങൾ സത്യത്തിൽ നടക്കുമ്പോൾ എതിർപ്പുകൾ വന്നാൽ അതിശയിക്കേണ്ട. സത്യത്തിന്റെ വഴിക്ക് വിലയുണ്ട്, പക്ഷേ ആ വഴിക്ക് മഹത്വവുമുണ്ട്. ഹല്ലേലൂയ. വിശ്വസിക്കുന്നവർ കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുക്കുക. ഹല്ലേലൂയ. ദൈവം തന്റെ മക്കൾക്ക് വേണ്ടി സമയത്തിടപെടും. ഹല്ലേലൂയ. അവനെ കൈക്കൊണ്ട അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്ക് ദൈവമക്കളാകുവാൻ അധികാരം നൽകിയിരിക്കുന്ന സ്വർഗത്തിലെ ദൈവം. ഹല്ലേലൂയ. ഇന്ന് രാത്രി ഹല്ലേലൂയ തന്റെ മക്കൾക്ക് വേണ്ടി സമയത്ത് ഇടപെടുന്ന ദൈവം. ഹല്ലേലൂയ. പൗലോസിനെ ചാട്ടവാറ് കൊണ്ട് അടിക്കാൻ അവർ ഒരുക്കിയപ്പോൾ ഹല്ലേലൂയ അവൻ ഒരു ചോദ്യം ചോദിച്ചു. റോമ പൗരനായ ഒരു മനുഷ്യനെ വിസ്താരം കൂടാതെ അടിക്കുന്നത് നിയമാനുസൃതമാണോ? ഹല്ലേലൂയ. അത് കേട്ടപ്പോൾ സ്ഥിതി മാറി. അവർ ഭയപ്പെട്ടു. ദൈവം ഒരു നിമിഷം കൊണ്ട് സാഹചര്യം മാറ്റി. പ്രിയ ദൈവമക്കളെ, നിങ്ങളുടെ ജീവിതത്തിലും ചില സാഹചര്യങ്ങൾ അസാധ്യമാണെന്ന് തോന്നാം, എന്നാൽ ദൈവം ഒരു നിമിഷം കൊണ്ട് അവ മാറ്റാൻ ശക്തനാണ്. ദൈവത്തെ അനുസരിക്കുന്നവന് വേണ്ടി ഹല്ലേലൂയ ദൈവം മൗനമായിരിക്കത്തില്ല. ആമേൻ. പ്രിയ ദൈവമക്കളെ, ഹല്ലേലൂയ ഒരു നിമിഷം കൊണ്ട് സാഹചര്യം മാറ്റുവാൻ ദൈവത്തിന് കഴിഞ്ഞെങ്കിൽ നിന്റെയും ജീവിതത്തിൽ അസാധ്യമെന്ന് തോന്നുന്ന ആ സാഹചര്യത്തെ മാറ്റുവാൻ ദൈവം മതിയായവൻ. ഹല്ലേലൂയ. നിങ്ങളുടെ ജീവിതത്തിൽ ചില സാഹചര്യങ്ങൾ അസാധ്യമാണെന്ന് തോന്നാം, എന്നാൽ ദൈവം ഒരു നിമിഷം കൊണ്ട് അവ മാറ്റാൻ ശക്തരാണ്. ഹല്ലേലൂയ. ദൈവം നൽകിയ തിരിച്ചറിയൽ മറക്കരുത്. പൗലോസ് തന്റെ റോമ പൗരത്വം മറന്നില്ല. അതുപോലെ നമ്മളും നമ്മുടെ ആത്മീയ തിരിച്ചറിയൽ മറക്കരുത്. ഹല്ലേലൂയ. നാം പാപത്തിന്റെ അടിമകളല്ല. ആമേൻ. നാം ദൈവത്തിന്റെ മക്കളാണ്. ആമേൻ. നാം പാപത്തിന്റെ അടിമകൾ അല്ലേ? അല്ല. ആമേൻ. നാം ദൈവത്തിന്റെ മക്കളാണ്. ആമേൻ. നാം രാജകീയ പുരോഹിത വർഗമാണ്. നാം ക്രിസ്തുവിനോടൊപ്പം ജയിക്കുന്നവരാണ്. ഹല്ലേലൂയ. ശത്രു നിങ്ങളെ കുറ്റക്കാരനെന്ന് വിളിച്ചേക്കാം, പക്ഷേ ദൈവം നിങ്ങളെ തന്റെ മകനെന്നും മകളെന്നും വിളിക്കുന്നു. ഓ, കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുക്കുക. ഹല്ലേലൂയ. ദൈവം നിന്റെ സാക്ഷ്യം ഇനിയും അവസാനിപ്പിച്ചിട്ടില്ല. ഹല്ലേലൂയ. പൗലോസിന്റെ ശുശ്രൂഷ അവിടെ അവസാനിച്ചില്ല. അതൊരു പുതിയ അധ്യായത്തിന്റെ തുടക്കമായിരുന്നു. ഇന്ന് ചിലർ കരുതുന്നു എന്റെ ജീവിതം കഴിഞ്ഞു, എനിക്കിനി പ്രത്യാശയില്ല. എന്നാൽ പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി പറയുന്നു, നിന്റെ ജീവിതം ആമേൻ അതെ തീർന്നിട്ടില്ല. നിന്റെ കഥ ഞാൻ ഇനിയും എഴുതിക്കൊണ്ടിരിക്കുകയാണ്. നീ ഇപ്പോൾ ഒരു പരീക്ഷയിലായിരിക്കാം, പക്ഷേ അത് നിന്റെ അവസാനമല്ല, അത് നിന്റെ അടുത്ത സാക്ഷ്യത്തിനായുള്ള ഒരുക്കമാണ്. ഇന്ന് രാത്രി ഒരു പുതിയ അധ്യായം ആരംഭിക്കുകയാണ്. അവൻ ഒരു പുതിയ സാക്ഷ്യത്തിനായുള്ള ഒരു ഒരുക്കമാണ്. ഹല്ലേലൂയ. അവൻ നിന്റെ കഥ അവസാനിച്ചിട്ടില്ല, ഇനിയും എഴുതിക്കൊണ്ടിരിക്കുകയാണ്. നീ ഇപ്പോൾ ഒരു പരീക്ഷയിലായിരിക്കുക, പക്ഷേ അത് നിന്റെ അവസാനമല്ല, അത് നിന്റെ അടുത്ത സാക്ഷ്യത്തിനുള്ള ഒരുക്കമാണ്. ആമേൻ. ഹല്ലേലൂയ. സത്യത്തിന് വേണ്ടി നിൽക്കാൻ തയ്യാറാണോ? ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് ചോദിക്കുന്നു, സത്യത്തിന് വേണ്ടി നിൽക്കാൻ തയ്യാറാണോ?
മനുഷ്യരെ ഭയക്കുകയാണോ, അല്ലെങ്കിൽ ദൈവത്തിൽ ആശ്രയിക്കുകയാണോ? ഒരു യഥാർത്ഥ തിരിച്ചറിയൽ അവൻ ക്രിസ്തുവിലാണെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ടോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങളുടെ ജീവിതത്തിനെതിരെ ഉയർന്നിരിക്കുന്ന എല്ലാ ഭയങ്ങളും അവൻ തകർന്നു പോകട്ടെ. സത്യത്തിൽ ഉറച്ചു നിൽക്കാനുള്ള ധൈര്യം പരിശുദ്ധാത്മാവ് നിങ്ങളിൽ നിറയ്ക്കട്ടെ. ശത്രു ഒരുക്കിയ എല്ലാ പദ്ധതികളും നിഷ്ഫലമാകട്ടെ. ദൈവത്തിന്റെ സംരക്ഷണം നിങ്ങളുടെ കുടുംബത്തിന്മേലുണ്ടാകട്ടെ. നിങ്ങളുടെ ജീവിതം യേശു ക്രിസ്തുവിന്റെ മഹത്വമുള്ള, ഹല്ലേലൂയ, യേശു ക്രിസ്തുവിന്റെ മഹത്വത്തിനായുള്ള ശക്തമായ സാക്ഷിയായി മാറട്ടെ. നിങ്ങൾ ആരംഭിച്ച ആത്മീയ ഓട്ടം വിജയത്തോടെ പൂർത്തിയാക്കാൻ കർത്താവ് ശക്തി നൽകട്ടെ. ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, ഇന്ന് നാം കേട്ട വചനം നമ്മുടെ ഹല്ലേലൂയ ജീവിതത്തിൽ ഒരു വലിയ ദൈവിക വിടുതൽ കൊണ്ടുവരുവാൻ പോവുകയാണ്. ആമേൻ. അതേ വിടുതൽ, ഹല്ലേലൂയ, വാതിലുകൾ തുറക്കപ്പെടുവാൻ ഉതകുന്നതാണ്. ഇന്ന് രാത്രി വചനം കേട്ടവരോട് ആമേൻ ഒരു ചോദ്യം ചോദിക്കുന്നു. ഹല്ലേലൂയ. നമ്മോട് തന്നെ ഒന്ന് ചോദിക്കുക, യേശു ക്രിസ്തുവിന്റെ സാക്ഷിയാണോ? ഞാനും നിങ്ങളും യേശു ക്രിസ്തുവിന്റെ സാക്ഷിയാണോ? പൗലോസ് യേശുവിനെ കണ്ടുമുട്ടിയ ശേഷം പഴയ മനുഷ്യനായി ജീവിച്ചില്ല. അവന്റെ ജീവിതത്തിന്റെ ലക്ഷ്യം മാറി, അവന്റെ വാക്കുകൾ മാറി, അവന്റെ വഴി മാറി. കാരണം യേശുവുമായുള്ള ഒരു യഥാർത്ഥ കണ്ടുമുട്ടൽ ഒരു മനുഷ്യന്റെ ജീവിതത്തെ പൂർണ്ണമായും മാറ്റും. ഇന്ന് നിമിഷം പരിശുദ്ധാത്മാവ് നിങ്ങളോട് സംസാരിക്കുന്നു. നിങ്ങൾ എത്ര ദൂരെയായാലും, നിങ്ങളുടെ കഴിഞ്ഞ കാലം എത്ര ഇരുണ്ടതായാലും, യേശു ക്രിസ്തു നിങ്ങളെ വിളിക്കുന്നു. അവൻ കുറ്റപ്പെടുത്തുവാനല്ല, രക്ഷിക്കാനാണ് വന്നത്. തകർന്നവരെ ചേർക്കുവാനും, നഷ്ടപ്പെട്ടവരെ തിരികെ കൊണ്ടുവരുവാനും, ബന്ധിക്കപ്പെട്ടവരെ വിടുവിക്കുവാനും, നിരാശരായവർക്ക് പ്രത്യാശ നൽകുവാനും യേശു ഇന്നും ജീവിക്കുന്നു. പ്രിയ സുഹൃത്തേ, നിങ്ങൾ ഇതുവരെ യേശുവിനെ നിങ്ങളുടെ ജീവിതത്തിന്റെ കർത്താവായി സ്വീകരിച്ചിട്ടില്ലെങ്കിൽ ഈ നിമിഷം നിങ്ങളുടെ ഹൃദയം തുറക്കുക. ഒരു പുതിയ തുടക്കം ഇത് ആരംഭിക്കട്ടെ. പുതിയ തലമുറയ്ക്കായുള്ള പ്രാർത്ഥന. ആമേൻ. ഇന്ന് രാത്രി ആമേൻ നിന്റെ പ്രാർത്ഥന ജീവിതത്തിലുണ്ടെങ്കിൽ ഇന്ന് രാത്രി ആമേൻ നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടിയായി ചില തലമുറകളെ ദൈവം എഴുന്നേൽപ്പിക്കുവാൻ പോകുകയാണ്. കർത്താവേ, ഈ തലമുറയെ അങ്ങയുടെ കൈകളിൽ സമർപ്പിക്കുന്നു. ലോകത്തിന്റെ ഇരുട്ടിൽ നഷ്ടപ്പെടുന്ന ഒരു തലമുറയല്ല, ക്രിസ്തുവിന്റെ വെളിച്ചം വഹിക്കുന്ന ഒരു തലമുറയെ എഴുന്നേൽപ്പിക്കണമേ. പന്ത്രണ്ട് വയസ്സ് പ്രായമുള്ള പെൺകുഞ്ഞുങ്ങൾ വീട്ടിൽ നിന്ന് കൂടെ പഠിക്കുന്നവരുടെ വീട്ടിലേക്ക് പോയി. ഒരാഴ്ച സ്കൂളിൽ പോയില്ല. ആ പാഠഭാഗങ്ങൾ പഠിക്കുവാൻ, എഴുതുവാൻ കൂട്ടുകാരന്റെ വീട്ടിൽ പോയി മടങ്ങി വരാമെന്ന് പറഞ്ഞു പോയതാ. പക്ഷേ 4 ദിവസമായിട്ടും വീട്ടിലെത്തിയില്ല. ഇരുളിൽ അകപ്പെട്ട് തകർന്നുകൊണ്ടിരിക്കുന്ന തലമുറയെ അല്ല, ക്രിസ്തുവിന്റെ വെളിച്ചം വഹിക്കുന്ന ഒരു തലമുറയെ എഴുന്നേൽപ്പിക്കണമേ. പ്രാർത്ഥിക്കുന്ന യുവജനങ്ങളെ ഉയർത്തണമേ. വചനത്തിൽ ഉറച്ചു നിൽക്കുന്ന മക്കളെ ഉയർത്തണമേ. വിശുദ്ധിയിൽ നടക്കുന്ന ഒരു തലമുറയെ ഒരുക്കണമേ. സുവിശേഷത്തിന് ലജ്ജിക്കാത്ത സാക്ഷികളെ എഴുന്നേൽപ്പിക്കണമേ. സ്കൂളുകളിലും കോളേജുകളിലും
കുടുംബങ്ങളിലും സമൂഹത്തിലും യേശു ക്രിസ്തുവിന്റെ സ്നേഹം വെളിപ്പെടുത്തുന്ന ഒരു തലമുറ ഉണ്ടാകട്ടെ. എല്ലാ കണ്ണുകളും അടയ്ക്കാൻ പ്രാർത്ഥിക്കുക. സ്നേഹമുള്ള ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, ഈ വചനത്തിലൂടെ ഞങ്ങളോട് സംസാരിച്ചതിനായി നന്ദി. കർത്താവേ, ഞങ്ങളുടെ ഹൃദയങ്ങളെ പരിശോധിക്കണമേ. ഞങ്ങളിലുള്ള എല്ലാ ഭയങ്ങളെയും നീക്കണമേ. ഞങ്ങളെ യേശു ക്രിസ്തുവിന്റെ ധൈര്യമുള്ള സാക്ഷികളാക്കണമേ. യേശുവേ, ഇന്ന് ഞങ്ങൾ അങ്ങയുടെ അടുക്കലേക്ക് വരുന്നു. ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ. ഞങ്ങളുടെ ഹൃദയത്തിൽ വന്ന് വാഴണമേ. ഞങ്ങളുടെ ജീവിതത്തിന്റെ കർത്താവും രക്ഷകനുമായി അങ്ങ് സ്വീകരിക്കുന്നു. പരിശുദ്ധാത്മാവേ, ഞങ്ങളെ നിറയ്ക്കണമേ. ഞങ്ങളെ മാറ്റണമേ. ഞങ്ങളുടെ കുടുംബങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ മക്കളെ കാത്തുകൊള്ളണമേ. ഒരു പുതിയ ആത്മീയ ഉണർവിന്റെ തലമുറയെ ഞങ്ങളിൽ നിന്നും ഉയർത്തണമേ. കർത്താവേ, ഞങ്ങളുടെ ജീവിതം അങ്ങയുടെ മഹത്വത്തിനുള്ള സാക്ഷ്യമാകട്ടെ. ഞങ്ങളുടെ വാക്കുകളിലും പ്രവൃത്തികളിലും യേശുവിനെ കാണുവാൻ കഴിയട്ടെ. അനേകരെ ക്രിസ്തുവിലേക്ക് നയിക്കുന്ന ഉപകരണങ്ങളായി ഞങ്ങളെ ഉപയോഗിക്കണമേ. പ്രിയ ദൈവമക്കളെ, ഈ നിമിഷം നിങ്ങൾ എവിടെയാണോ അവിടെ തന്നെ കണ്ണുകൾ അടയ്ക്കുക. രണ്ട് കൈകളും യേശു ക്രിസ്തുവിന്റെ സന്നിധിയിലേക്ക് ഉയർത്തുക. പൗലോസിന്റെ അനുഭവങ്ങൾ കൊണ്ട് ഒന്നും ചെയ്യുവാൻ കഴിഞ്ഞില്ലേ? അവന്റെ ആഗ്രഹങ്ങളെ ദൈവം പൊളിച്ചടുക്കി. പരിശുദ്ധാത്മാവ് അവന്റെ മേൽ വന്നു കഴിഞ്ഞപ്പോൾ അവന്റെ ഇഷ്ടം യെരൂശലേമിൽ തന്നെ തുടരാമെന്ന. എന്നാൽ അവന്റെ ഹിതമല്ല, ദൈവത്തിന്റെ ഹിതം അവനിൽ ഇറങ്ങിയപ്പോൾ അവന്റെ പദ്ധതി പൊളിഞ്ഞു. അവന്റെ ഇഷ്ടം പൊളിഞ്ഞു. ഇന്ന് രാത്രി ചിലരുടെ ഇഷ്ടം പൊളിയുകയാ. ചിലരുടെ പദ്ധതി പൊളിയുകയാ. ആത്മാവ് ചിലരുടെ മേൽ ഇന്ന് രാത്രി ഇറങ്ങുന്നു. ആമേൻ. ചിലരുടെ ഇഷ്ടം പൊളിയുന്നു. ചിലരുടെ പദ്ധതി പൊളിയുന്നു. ആമേൻ. വിളിച്ച വിളിയിലെ ആമേൻ ഭയം കൂടാതെ ആമേൻ വിളിച്ചവന്റെ സാക്ഷിയാകുവാ ചിലരെ ആത്മാവ് ഇന്ന് രാത്രി ആമേൻ തിരിക്കുന്നു. രണ്ട് കൈകളും യേശു ക്രിസ്തുവിന്റെ സന്നിധിയിലേക്ക് ഉയർത്തിപ്പിടിക്കുക. ഒരുപക്ഷേ നിങ്ങൾ ക്ഷീണിതരായിരിക്കുക. ഒരുപക്ഷേ നിങ്ങൾ ഭാരത്തോടായിരിക്കുക. ഒരുപക്ഷെ കണ്ണുനീരിന്റെ അനുഭവത്തിലായിരിക്കാം. ഒരുപക്ഷെ നിരാശയുടെ അനുഭവത്തിലായിരിക്കാം. ആമേൻ. അതേ, അബ്രഹാം അനുസരിച്ചപ്പോഴാണ് ഐശ്വര്യമായ അനുഗ്രഹത്തിന്റെ വാതിലുകൾ തുറക്കപ്പെട്ടത്. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. ശീലോകം കുളത്തിൽ പോയി കഴിയപ്പോഴാണ് ആമേൻ കാഴ്ച ലഭിച്ചത്. ഹല്ലേലൂയ. ഹല്ലേലൂയ. നാദാ, നിന്റെ വാക്കിന് ഞാൻ വലയിറക്കാം. അനുഭവം പറഞ്ഞു നോക്കി. എന്തായിരുന്നു അനുഭവം? നാദാ, കഴിഞ്ഞ രാത്രി മുഴുവൻ ഞങ്ങൾ അധ്വാനിച്ചു. അനുഭവം കൊണ്ട് ആമേൻ അതേ പടക നിറഞ്ഞില്ല.
അനുഭവം കൊണ്ട് സ്ഥിതി മാറിയില്ല. അനുഭവം പറഞ്ഞിരുന്ന സമയം പോക്കാതെ, ഇന്നലകളിലെ അനുഭവം പറഞ്ഞ് സമയം പോക്കാതെ, അവൻ ഇന്ന് രാത്രി സ്വർഗം നിന്നോട് പറയുന്നത് അനുസരിക്കുവാൻ ആര് തയ്യാറാകോ? അവൻ ഇന്നലകളിൽ ലഭിക്കാത്തത്, ഇന്നലകളിൽ അവൻ ഹല്ലേലൂയ കൈവിട്ടു പോയത്, പടക് നിറയുവാൻ ഇടയായത് അനുഭവത്തിന്റെ തഴക്കത്തിലല്ല, ആത്മാവിന്റെ പുതുക്കത്തിൽ ഹല്ലേലൂയ അനുസരിക്കുവാൻ തയ്യാറായപ്പോൾ ശൂന്യമായ പടകിനെ നിറച്ച കർത്താവ് ഇന്ന് രാത്രി നിന്നെ നിറയ്ക്കുവാൻ ശക്തനായവേ. ശബ്ദനാദര ചൂടമന ഹതുരിതികൾ കമന. ഹല്ലേലൂയ. ബെഥെസ്ദാ കുളത്തിൻ കരയിൽ കിടന്നവൻ അനുഭവം പറഞ്ഞു നോക്കി, എന്നെ ഇറക്കാൻ ആരുമില്ല. ഞാൻ ചെല്ലുമ്പോൾ ഹല്ലേലൂയ കാണുന്നത് അനേകർ കുളത്തിലിറങ്ങി സൗഖ്യം പ്രാപിക്കുന്നത്. അനുഭവം പറഞ്ഞിരിക്കാതെ ഇന്ന് രാത്രി നിന്റെ അരികിൽ വന്നവനോട് അവൻ ഒന്ന് കൈകൊടുക്കുവാൻ തയ്യാറാക. നിനക്ക് മനസ്സുണ്ടെങ്കിൽ ഇനി കുളത്തിൽ ഇറങ്ങണ്ട, ആരും നിന്നെ ഇറക്കണ്ട, ആരും നിനക്ക് വേണ്ടി വേണ്ട. ഇന്ന് രാത്രി നിന്നെ സൗഖ്യമാക്കുവാൻ ഞാൻ വന്നിട്ടുണ്ട്. പൊളിയേണ്ടത് പൊളിയട്ടെ, തകരേണ്ടത് തകരട്ടെ, ഉപേക്ഷിക്കേണ്ടത് ഉപേക്ഷിക്കട്ടെ. ചേർന്ന് വരേണ്ടത് ചേർന്ന് വരട്ടെ. ഹല്ലേലൂയ. ജീവൻ വെക്കേണ്ടത് ഇന്ന് രാത്രി ജീവൻ വെക്കട്ടെ. ജീവൻ പ്രാപിക്കേണ്ടത് ജീവൻ പ്രാപിക്കട്ടെ. ഷാറാക മന തെരെ തെഗെ നെഗെ ചൂടാ മന ശാന്തൽ ഖന തിഗൽ കമന ഗദരഗസി അത്തുരി നിഗൽ കമന ജഗത്തുരി റിഗമന ശംബബ വൈഡ ജഗത്തുരി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് മനുഷ്യനോടല്ല, ജീവനുള്ള ദൈവത്തോടാണ്. ആമേൻ. ഹല്ലേലൂയ. നിങ്ങൾ ആയിരിക്കുന്നത് ഹല്ലേലൂയ ദൈവ സന്നിധിയിൽ. ആമേൻ. പരിശുദ്ധാത്മാവ് ഇപ്പോൾ ഈ ലൈവിൽ ശക്തമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. ഹല്ലേലൂയ. ആരും മൗനമായിരിക്കാതെ ആമേൻ കണ്ണുകൾ അടച്ച് ആത്മാവിൽ അന്യഭാഷകളിൽ സംസാരിക്കുന്നവൻ അല്പസമയം ദൈവത്തെ സ്തുതിച്ചു കൊണ്ടിരുന്നാണ്. ഹല്ലേലൂയ. ഈ ലൈവിൽ ശക്തമായി ഇപ്പോൾ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്നു. ചിലരുടെ ഹൃദയങ്ങളെ അവിടുന്ന് സ്പർശിക്കുന്നു, ചിലരുടെ കണ്ണുനീരിനെ തുടച്ചു മാറ്റുന്നു. ചിലരുടെ ബന്ധനങ്ങൾ ഇപ്പോൾ അഴിഞ്ഞു പോകുന്നു. അധികാരത്തോടെ യേശുക്രിസ്തുവിൻ നാമത്തിൽ ഞാൻ കൽപ്പിക്കുന്നു, ഭയത്തിന്റെ എല്ലാ ആത്മാക്കളും ഇപ്പോൾ യേശുവിന്റെ നാമത്തിൽ വിട്ടുപോകട്ടെ. നിരാശയുടെ എല്ലാ ചങ്ങലകളും തകർന്നു വീഴട്ടെ. അവിശ്വാസത്തിന്റെ എല്ലാ കോട്ടകളും ഇടിഞ്ഞു വീഴട്ടെ. പാപത്തിന്റെ അടിമത്തത്തിൽ കഴിയുന്നവർ ക്രിസ്തുവിന്റെ രക്തത്താൽ സ്വതന്ത്രരാകട്ടെ. ഇരുട്ടിന്റെ ശക്തികൾക്ക് യേശുവിന്റെ നാമത്തിൽ ഇവിടെ ഒരു അധികാരവുമില്ല. രോഗത്താൽ വേദനിക്കുന്ന ശരീരങ്ങളിൽ യേശുവിന്റെ സൗഖ്യ സ്പർശനം വരട്ടെ. ഹല്ലേലൂയ. തകർന്ന മനസ്സുകൾ സൗഖ്യമാകട്ടെ. ഉറക്കം നഷ്ടപ്പെട്ടവർക്ക് ദൈവത്തിന്റെ സമാധാനം ലഭിക്കട്ടെ. ഹല്ലേലൂയ. ഇപ്പോൾ ഞാൻ കുടുംബങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. യേശു ക്രിസ്തുവേ, ആമേൻ. പിളർന്നു പോയ കുടുംബങ്ങളെ ഒന്നിപ്പിക്കണമേ. ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള സ്നേഹം പുതുക്കണമേ. മാതാപിതാക്കളുടെ കണ്ണുനീർ തുടച്ചു മാറ്റണമേ. വഴി തെറ്റിപ്പോയ മക്കൾ അങ്ങയുടെ അടുക്കലേക്ക് മടങ്ങി വരട്ടെ. കർത്താവേ, ഈ ദേശത്തിന്റെ യുവതലമുറയ്ക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. മയക്കുമരുന്നിൽ അകപ്പെട്ടിരിക്കുന്ന യുവാക്കളെ വിടുവിക്കണമേ. പ്രത്യാശ നഷ്ടപ്പെട്ട യുവഹൃദയങ്ങളെ ഉയർത്തണമേ. അശുദ്ധിയുടെ വഴിയിൽ നടക്കുന്നവരെ വിശുദ്ധിയുടെ വഴിയിലേക്ക് തിരികെ വിളിക്കണമേ.
മൊബൈൽ സ്ക്രീനുകളുടെ അടിമകളല്ല. പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിൽ ജീവിക്കുന്ന ഒരു തലമുറയെ ഉയർത്തണമേ. പ്രാർത്ഥനയിൽ തീപിടിച്ച ഒരു തലമുറ, വിശുദ്ധിയിൽ ജീവിക്കുന്ന ഒരു തലമുറ, ബൈബിൾ സ്നേഹിക്കുന്ന ഒരു തലമുറ, സുവിശേഷത്തിന് ലജ്ജിക്കാത്ത ഒരു തലമുറ ഈ കേരളത്തിൽ നിന്ന്, ഈ ഭാരതത്തിൽ നിന്ന് ലോകത്തിന്റെ അറ്റങ്ങളിലേക്ക് അങ്ങ് എഴുന്നേൽപ്പിക്കണമേ. ഇപ്പോൾ ഈ ലൈവ് കാണുന്ന എല്ലാവരോടും ഞാൻ പറയുന്നു, നിങ്ങൾ ഇതുവരെ യേശു ക്രിസ്തുവിന് നിങ്ങളുടെ ജീവിതം പൂർണ്ണമായി സമർപ്പിച്ചിട്ടില്ലെങ്കിൽ ഈ നിമിഷം ഹൃദയം തുറന്ന് കർത്താവിനോട് പറ, യേശുവേ, എനിക്ക് അങ്ങയെ വേണം. എന്റെ പാപങ്ങൾ ക്ഷമിക്കണമേ, എന്റെ ഹൃദയത്തിലേക്ക് വരണമേ. ഇന്നു മുതൽ അങ്ങ് എന്റെ കർത്താവും രക്ഷകനുമാണ്. പരിശുദ്ധാത്മാവിനാൽ എന്നെ നിറയ്ക്കണമേ. അങ്ങയുടെ സാക്ഷിയായി എന്നെ ജീവിപ്പിക്കണമേ. കർത്താവേ, ഈ പ്രാർത്ഥന ആത്മാർത്ഥമായി പ്രാർത്ഥിച്ച ഓരോരുത്തരെയും സ്വീകരിക്കണമേ. അവരുടെ പേരുകൾ ജീവന്റെ പുസ്തകത്തിൽ എഴുതപ്പെടട്ടെ. പരിശുദ്ധാത്മാവേ, അവരെ ഓരോ ദിവസവും നടത്തണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ ഞാൻ വിശ്വാസത്തോടെ പ്രഖ്യാപിക്കുന്നു, ഈ രാത്രി ചിലരുടെ ആത്മീയ ജന്മദിനമാണ്. ഈ രാത്രി ആമേൻ, ചിലരുടെ ആത്മീയ ജന്മദിനമാകും. ഒരു ആമേൻ പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. ആമേൻ. വിവിധ ഭാഷകളിലേക്ക് ഈ സന്ദേശം പരിവർത്തനം ചെയ്യപ്പെടുന്നുണ്ട്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്, ഇത് ഷെയർ ചെയ്യപ്പെടണമെന്ന്. ഹല്ലേലൂയ. ലോകത്തിന്റെ വിവിധ ഇടങ്ങളിൽ ഇരുന്ന് ഈ സന്ദേശം കേൾക്കുവാൻ ഇടയാകത്തക്ക വിധത്തിൽ ആമേൻ ഇതിനെ പരിഭാഷപ്പെടുത്തുന്നുണ്ടെന്ന്. ആമേൻ. നിങ്ങൾക്ക് എത്ര പേർക്കത് ആമേൻ മനസ്സിലാകുന്നുണ്ടെന്ന് എനിക്കറിയില്ല. ഹല്ലേലൂയ. ആമേൻ. ഈ സന്ദേശം ലോകത്തിന്റെ വിവിധ രാജ്യങ്ങളിലായിരിക്കുന്നവർക്ക് മനസ്സിലാകത്തക്ക വിധത്തിൽ ഇതിനെ പരിഭാഷപ്പെടുത്തുന്നുണ്ടെന്ന്. ഹല്ലേലൂയ. അതുകൊണ്ട് ആമേൻ, ഈ രാത്രി ചിലരുടെ ആത്മീയ ജന്മദിനമാകും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ചിലരുടെ ബന്ധനങ്ങൾ ഇന്ന് അവസാനിക്കും. ചിലരുടെ വീടുകളിൽ പ്രാർത്ഥനയുടെ അഗ്നി ജ്വലിച്ചു തുടങ്ങും. ചിലരുടെ ജീവിതത്തിൽ യേശു ക്രിസ്തുവിന് വേണ്ടിയുള്ള പുതിയ ശുശ്രൂഷ ആരംഭിക്കും. ഹല്ലേലൂയ. ഒരു പുതിയ തലമുറ പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ എഴുന്നേൽക്കും. യേശു ക്രിസ്തു ജീവിക്കുന്നു. യേശു ക്രിസ്തു രക്ഷിക്കുന്നു. യേശു ക്രിസ്തു സൗഖ്യമാക്കുന്നു. യേശു ക്രിസ്തു വീണ്ടും വരുന്നു. അവന്റെ വരവിനായി വിശുദ്ധിയോട് ഒരുക്കപ്പെട്ട ഒരു ജനമായി നമ്മെ ജീവിപ്പിക്കണമേ. അതിനാൽ ദൈവകരങ്ങളിൽ നമ്മെ തന്നെ സമ്പൂർണമായി സമർപ്പിക്കാം. സ്വർഗപിതാവേ, ഇന്ന് രാത്രി അവിടുത്തെ ആത്മാവ് ആമേൻ ഞങ്ങളെ ജീവനുള്ള സാക്ഷികളാക്കി ആമേൻ ധൈര്യത്തോടെ ഞങ്ങളായിരിക്കുന്ന ദേശത്ത് തുടരുവാൻ അവിടുന്ന് ഞങ്ങളെ ശക്തീകരിക്കുന്നതിനായി ബലപ്പെടുത്തുന്നതിനായി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അവിടുന്ന് ഒരുക്കപ്പെട്ട ജനമായി അവിടുത്തെ വരവിനു വേണ്ടി വിശുദ്ധിയോടെ നിലകൊള്ളുന്ന ആമേൻ വിശുദ്ധ ജനമായി നിൽപ്പാൻ ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് ഞങ്ങളെ ആമേൻ ശക്തീകരിക്കുകയും ബലപ്പെടുത്തുകയും ചെയ്തതിനായി നന്ദി. യേശു ക്രിസ്തുവിന്റെ അതിവിശുദ്ധ നാമത്തിൽ താഴ്മ യാചിക്കുന്നു. കൃപയോടെ കേൾക്കണം അൻപുള്ള പിതാവേ. ആമേൻ. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് ആമേൻ നിങ്ങളെ ധൈര്യത്തോടെ നടത്തും. ഹല്ലേലൂയ. ആമേൻ. നിങ്ങളുടെ സാക്ഷ്യം അനേകരെ യേശു ക്രിസ്തുവിലേക്ക് നയിക്കും. നിങ്ങളുടെ ഭയം വിശ്വാസമായി മാറും. നിങ്ങളുടെ കണ്ണുനീർ സന്തോഷത്തിന്റെ സാക്ഷിയായി മാറും. ഹല്ലേലൂയ. യേശു ക്രിസ്തു ആമേൻ നിങ്ങളെ ഒരിക്കലും കൈവിടുകയില്ല. കരമുയർത്തി നന്ദിയോടെ കർത്താവിനെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. മാറാനാഥ. എബെനേസറായി ദൈവം കൂടെയിരിക്കും. ക്രിസ്തുവിൽ നിങ്ങളുടെ സഹോദരൻ പാസ്റ്റർ ഷിജു ജോസ് സ്നേഹതീരപ്പന ഫാമിലി. ഈ കൂട്ടായ്മ നിങ്ങൾക്ക് അനുഗ്രഹപ്രദമായി തീർന്നെങ്കിൽ
നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ ഞങ്ങളെ അറിയിക്കുക. ആമേൻ. നിങ്ങൾക്കൊരു പ്രാർത്ഥന വിഷയം ഞങ്ങളുമായി ഷെയർ ചെയ്ത് പ്രാർത്ഥിപ്പാൻ താല്പര്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന മൊബൈൽ നമ്പർ റിക്വസ്റ്റ് ചെയ്യുക. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. ആമേൻ. നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. ഒരാത്മാവ് ഭൂലോകത്തെക്കാൾ വിലയുള്ളതാണ്. ഇന്ന് രാത്രി ഈ കൂട്ടായ്മയിൽ പങ്കാളിത്തം വഹിച്ച ആമേൻ ചില പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ആമേൻ ഒരു വാക്ക് പ്രാർത്ഥിപ്പാൻ ദൈവാത്മാവ് നിയോഗം തരികയാണ്. കർത്താവിൻദാസ് ഫസ്റ്റേൽ ജോസ്, ആമേൻ. ഹല്ലേലൂയ. ഷിജിമോൾ ബെന്നി, ആമേൻ. ലീലാമ ജോസ്, ആമേൻ. വിഷ്ണു വിശ്വനാഥ്, ഹല്ലേലൂയ. റുഹമാമോൾ ഷിജു, ആമേൻ. ഹല്ലേലൂയ. എപി ജോൺ, ഹല്ലേലൂയ. മറ്റ് ചില പ്രിയപ്പെട്ടവരും കൂടെ ഉണ്ട്. ഹല്ലേലൂയ. ദൈവമായ കർത്താവ് ആമേൻ സമൃദ്ധിയായി എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. സ്വർഗീയ പിതാവേ, ഒരിക്കൽ കൂടെ ഇന്ന് രാത്രി ഈ കൂട്ടായ്മയിൽ ആമേൻ ഫേസ്ബുക്കിലൂടെ ആമേൻ പങ്കാളികളായ ഈ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുകയാണ്. കർത്താവേ, അവിടുന്ന് കൂടെ ഇരുന്ന് അവരെ ശക്തീകരിച്ച് മഹിമകളുടെ സാക്ഷിയായി ദേശത്ത് അങ്ങയുടെ നാമത്തെ മഹത്വപ്പെടുത്തുവാൻ അനുഭവം മാത്രമല്ല അനുസരണത്തോടെ ആമേൻ അങ്ങയുടെ നാമത്തെ ഉയർത്തുവാൻ നിൽക്കുന്നവരുടെ മുമ്പിൽ ആമേൻ അനുഗ്രഹത്തിന്റെ വാതിലുകൾ തുറക്കപ്പെടട്ടെ. യേശുവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേൾക്കണം അൻപുള്ള പിതാവ്. ആമേൻ, ആമേൻ, ആമേൻ. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ ഇറങ്ങിവാ, എൻ ഹൃദയത്തിൽ വാഴേണമേ. യേശുവിൻ സ്നേഹം പാടുവാൻ എൻ അധരങ്ങൾ തുറക്കേണമേ. നിൻ തിരുനാമം ഉയർത്തിടാൻ പുതിയ ശക്തി നൽകണമേ. ഭയമെല്ലാം ഇന്നു നീക്കിടാൻ വിശ്വാസമെന്നിൽ വളർത്തേണമേ. ക്രൂശിൻ സ്നേഹം കണ്ടവനാൻ ലോകമെങ്ങും ഞാൻ പോകട്ടെ. യേശുവിൻ്റെ ജീവനുള്ള സാക്ഷി എൻ ജീവിതമായിടട്ടെ. കണ്ണുനീരിൻ രാത്രികളിലും സ്തുതിഗാനം ഞാൻ പാടിടും. തളർന്നിടും വേളകളിലും നിൻ കരങ്ങൾ എന്നെ താങ്ങിടും.
പരിശുദ്ധാത്മാവേ ഇറങ്ങിവാ, എൻ ഹൃദയത്തിൽ വാഴേണമേ. യേശുവിൻ സ്നേഹം പാടുവാൻ എൻ അധരങ്ങൾ തുറക്കേണമേ. നിൻ തിരുനാമം ഉയർത്തിടാൻ പുതിയ ശക്തി നൽകേണമേ. ഭയമെല്ലാം ഇന്നു നീക്കിടാൻ വിശ്വാസമെന്നിൽ വളർത്തേണമേ. ക്രൂശിൻ സ്നേഹം കണ്ടവനായി ലോകമെങ്ങും ഞാൻ പോകട്ടെ. യേശുവിൻ്റെ ജീവനുള്ള സാക്ഷിയൻ ജീവിതം ആയിടട്ടെ. കണ്ണുനീരിൻ രാത്രികളിലും സ്തുതിഗാനം ഞാൻ പാടിടും. തളർന്നിടും വേളകളിലും നിൻ കരങ്ങൾ എന്നെ താങ്ങിടും. ഹല്ലേലൂയാ യേശുവേ, നീയേ എൻ ജീവനാഥൻ. ഹല്ലേലൂയാ കർത്താവേ, നിനക്കേ സർവമഹത്വം. ഹല്ലേലൂയാ സർവമഹത്വം.